നമുക്ക് സന്നദ്ധയിൽ തലകൾ താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. സ്വർഗീയ പിതാവേ, അപ്പാ, ഇന്ന് നമുക്ക് തന്ന അതിമനോഹരമായ ദിവസത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നപ്പ. ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അങ്ങ് നീട്ടി തന്നു. ഇന്ന് ഒരിക്കൽ കൂടി അങ്ങയെ രുചിച്ചറിയുവാനും അങ്ങയുടെ കൃപയും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കരുതലും തിരിച്ചറിയുവാൻ ഒരു ദിവസം കൂടെ അങ്ങ് നമ്മുടെ ജീവിതത്തിൽ തന്നു. ഇന്ന് അപ്പാ നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ആവശ്യത്തിനാണ്, അങ്ങയുടെ സ്വരം കേൾക്കുവാൻ. ഇന്ന് അപ്പാ നമ്മൾ പുതിയൊരു ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് വെളിപാടിൻ്റെ പുസ്തകം. അപ്പോൾ ഇത് അങ്ങയുടെ ആത്മാവിൽ കൂടെ അല്ലാതെ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അപ്പാ ഇന്ന് ഇത് കേൾക്കാൻ പോകുന്ന ഓരോ വ്യക്തിയെയും എന്നെ തന്നെയും അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ലോർഡ്, ഗിവ് us the spirit of revelation. വെളിപാടിൻ്റെ ആത്മാവിനെ നമുക്ക് തരണമേ. ഇത് മനസ്സിലാക്കുവാൻ, ഇത് വായിക്കുവാൻ, ഇത് കേൾക്കുവാൻ, ഇത് കേട്ടിട്ട് അനുസരിപ്പാൻ അങ്ങയുടെ ആത്മാവ് നമുക്ക് ശക്തിയും കൃപയും തരട്ടെ. ഈ ബൈബിൾ സ്റ്റഡി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ തുറക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെ ഒന്നും കൂടെ അടുത്തറിയുവാൻ ഈ ബൈബിൾ സ്റ്റഡി മുഖാന്തരമാവട്ടെ. അപ്പം ഇനി അങ്ങോട്ടുള്ളതെല്ലാം അങ്ങയുടെ ആത്മാവിൽ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ ജനത്തിനോട് സംസാരിക്കണമേ. I give myself, O Lord. Use me as an instrument of righteousness to lift up your name on high, to tell your people what the Spirit of God wants to speak to each one of us. So we thank you. Thank you for everything that you've given us. We give a praise offering and a thanks offering. Praises to the King, praises to the Lord, to the seven spirits who are seated on the throne. And we bow down before the throne and we wait for your instructions, O Lord. In Jesus Christ's mighty and matchless name we pray. All right, so welcome everyone. നമ്മുടെ പുതിയ ബൈബിൾ സ്റ്റഡി സീരീസ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. ഇത് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി തന്നെയാണ്. എന്നാൽ തന്നെ വളരെ ഗൗരവമുള്ള ഒരു ബൈബിൾ സ്റ്റഡിയാണ്. പലരും ഈ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ളതും ചിലർ അതിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു വളരെ പ്രത്യേകതകളുള്ള ഒരു ബുക്ക്, ബൈബിളിലുള്ള ഒരു ബുക്കാണ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. വെളിപാടിൻ്റെ പുസ്തകം ചിലർ അത് പൂർണ്ണമായിട്ട് അത് വായിക്കാൻ കൂട്ടാക്കുകയില്ല, ചിലർ അതിനധികമായി അത് വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനൊരു കാരണമുണ്ട്. ഈ വെളിപാട് എന്ന് പറയുന്നത് പലരും എടുക്കാൻ മടിക്കുന്നതിനൊരു കാരണമുണ്ട്. ഈ വെളിപാടിൽ ഏകദേശം 404 വേഴ്സസ് ഉണ്ട്. 404 വേഴ്സസ്. ഈ 404 വേഴ്സസിൽ ഏകദേശം 800ഓളം അല്യൂഷൻ ടു ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, അതായത് പഴയ നിയമത്തിൽ നടക്കുന്ന 800ഓളം കാര്യങ്ങളുമായിട്ട് സംബന്ധമായിട്ട് കിടപ്പുണ്ട്. അതായത് പഴയ നിയമം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഈ വെളിപാടിൻ്റെ പുസ്തകം വളരെ ഈസിയായി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമം നമുക്ക് അറിയുകയില്ലെങ്കിൽ, പഴയ നിയമത്തിൽ നമുക്ക് ചെറിയൊരു അടിസ്ഥാന കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ വെളിപാടും ചെറുതായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകൾ ഉള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം പൗലോസിൻ്റെ പല ലേഖനങ്ങളും നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും അത് വായിക്കാനും പഠിക്കാനും നമ്മൾ സമയം എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെളിപാട് യേശു ക്രിസ്തു സഭയ്ക്ക് എഴുതുന്ന കത്തുകളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പൗലോസ് എഴുതിയ ഓരോ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളായിരുന്നു പൗലോസിൻ്റെ ലേഖനമെങ്കിൽ ഇത് യേശു ക്രിസ്തു സഭയ്ക്ക് 7 സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വെളിപാട് എന്ന് പറയുന്ന 7 സഭയ്ക്ക് എഴുതിയ ഈ ലേഖനങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. കാരണം ഇത് യേശു ക്രിസ്തു നേരിട്ട് എഴുതുന്നതാണ്. ഇതിൻ്റെ ഒരു 5 മുതൽ 6 മുതലുള്ള ചാപ്റ്റേഴ്സിലോട്ട് കയറുമ്പോൾ നമുക്ക് പലപ്പോഴും ആദ്യത്തെ 3-4 ചാപ്റ്റേഴ്സ്
പലരും വായിക്കുമെങ്കിൽ 6 അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് കുറേ കൺഫ്യൂഷനും അവർക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത കുറേ ഭാഗങ്ങൾ വരുമ്പോൾ പലരും ആ ഭാഗം നിർത്തിയിട്ട് അങ്ങ് പോകാറുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് ഈ പുസ്തകം നിങ്ങൾ ഒരു വട്ടം അല്ലാതെ തന്നെ മുഴുവനായി വായിക്കുവാൻ ശ്രമിക്കണം, ഒന്ന് മനസ്സിലാക്കുവാൻ. അത് ആദ്യം ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും, ചില കാര്യങ്ങൾ വളരെ വ്യക്തമാവുമായിരിക്കും. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ ഒരു വട്ടം വളരെ ശാന്തമായിരുന്ന് ഇത് ഒരു മുഴുവനായി ഇതിൻ്റെ 22 അധ്യായങ്ങളും വായിക്കണം. കാരണം ഇതിൽ വളരെയേറെ അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഇത് വായിച്ചാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന ഏക പുസ്തകം. ദൈവവചനം വായിച്ചാൽ അനുഗ്രഹമുണ്ട്. നമ്മൾ ബാക്കി എല്ലാത്തിലും പറയുന്നുണ്ട് ദൈവവചനത്തിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ വെളിപാടിൽ ഒരു വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുന്നവൻ, ഇത് കേൾക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്ന, അല്ലെങ്കിൽ those who read, those who hear and keep the words of this prophecy, ഇത് മൂന്നും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ബ്ലെസ്സിങ്. എന്നാൽ ഒരു കേഴ്സും ഇതിലുണ്ട്. അതായത് ബ്ലെസ്സിങ്ങും കേഴ്സും ഉള്ള ഒരു പുസ്തകം. ഇതിൽ എന്തെങ്കിലും നമ്മൾ അടർത്തി മാറ്റിയാൽ, കുറച്ച് വെച്ചാൽ, അധികം ആഡ് ചെയ്താൽ ഈ ബൈബിളിൽ പറയുന്ന പല ബാധകളും നമ്മുടെ നേരെ തിരിയും എന്ന് എഴുതുന്ന ഒരു പുസ്തകം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇത് എടുക്കാൻ മടിക്കുന്ന ഒരു കാര്യവും. കാരണം അനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ശാപം ഉണ്ടെന്ന് പറഞ്ഞാൽ ശാപവും ഉണ്ട് ഈ പുസ്തകത്തിൽ. അപ്പം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പുസ്തകം. എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ച് ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ വാതിലാണ്. എല്ലാ സഭയും അറിഞ്ഞിരിക്കേണ്ട, ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് വെളിപാടിൻ്റെ പുസ്തകം തന്നെയാണ്. കാരണം അതിൽ വെളിപാട് പഠിക്കുന്നതിന് ഒരു ഗുണമുണ്ട്. വെളിപാട് പഠിക്കുന്ന ഒരാൾ ബൈബിൾ മൊത്തം പഠിക്കാൻ തുടങ്ങും, എന്നാൽ അത് മനസ്സിലാക്കുവാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. വെളിപാട് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം പഠിച്ചു തുടങ്ങും. കാരണം അത് പഴയ നിയമം പുതിയ നിയമം മനസ്സിലാക്കിയാലേ നമുക്ക് വെളിപാട് മനസ്സിലാക്കുവാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് വെളിപാട് പഠിക്കുന്ന ഒരു വ്യക്തി നാച്ചുറലായിട്ട് ഹോൾ ബൈബിൾ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അതും വളരെ അനുഗ്രഹം തന്നെ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെളിപാട് എന്ന പുസ്തകം, അല്ലെങ്കിൽ റെവലേഷൻ എന്ന വാക്കിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഈ റെവലേഷൻ എന്ന വാക്ക് ഒരു ഗ്രീക്ക് പദം, അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അപ്പോക്കാലിപ്സ് എന്ന് പറയും. ഈ റെവലേഷൻ എന്ന് പറയുമ്പോഴും ഈ അപ്പോക്കാലിപ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പലപ്പോഴും ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെയേറെ ഈ ലോകത്ത് വളരെയേറെ അവസാനം, അല്ലെങ്കിൽ ലോഡ് ഓഫ് ഡിസോർഡർ ആൻഡ് കെയോസ്, ഈ ലോകത്തിൽ വളരെയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്ന ഒരു, അല്ലെങ്കിൽ ഒന്നിൻ്റെ പുറകെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതിനാണ് ഈ ഇംഗ്ലീഷിൽ ഈ വാക്ക് അപ്പോക്കാലിപ്സ് എന്ന് ഉപയോഗിക്കുന്നെങ്കിലും ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്ന എന്തിനെയോ വെളിപ്പെടുത്തുന്നതാണ്. ഒന്നുകൂടെ പറയാം, ഇറ്റ് ഈസ് ദ അൺവെയിലിംഗ് ഓഫ് സംതിങ് ഹിഡൻ. അതായത് മറച്ചു വെച്ച അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വാക്കാണ് ഈ അപ്പോക്കാലിപ്സ് അല്ലെങ്കിൽ റെവലേഷൻ. അതായത് ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വെളിച്ചവും ജ്ഞാനവും കൊടുക്കുവാണ്. അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അപ്പാടെ മാറുകയാണ്. അതായത് യോഹന്നാൻ ഇത് കണ്ടിട്ട് അപ്പാടെ മാറുകയാണ്. യോഹന്നാന്റെ ജീവിതം അതുവരെയുള്ള ജീവിതം യെസ്, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ വെളിപാട് യോഹന്നാനെ അടിമുടി മാറുകയാണ്. ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം എന്തെന്ന് ചോദിച്ചാൽ, പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഈ വെളിപാട് എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ ഒരു പുസ്തകമാണ്. യെസ്, അതിൽ സത്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഈ പുസ്തകം ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപാടിൻ്റെ പുസ്തകം. ഒന്നുകൂടെ പറയാം, വരാനിരിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ടോ? യെസ്, പക്ഷെ അതിലെ മെയിൻ സബ്ജക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ആരാണിത് വെളിപ്പെടുത്തുന്നത്? സ്വർഗീയ പിതാവാണ് വെളിപ്പെടുത്തുന്നത്. ആർക്ക് വെളിപ്പെടുത്തുന്നു? ഇത് ക്രിസ്തുവിനോട് പറയുകയാണ്, തൻ്റെ ശിഷ്യന്മാരോട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇനിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ എന്താണ് ഇവിടുത്തെ ഈ വെളിപാടെന്ന് പറയുന്നത്? ആരെക്കുറിച്ചുള്ള കഥയാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടാണ്.
ഈ വെളിപാട് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ വരാനിരിക്കുന്ന സംഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലും അതിലുപരി ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ നിങ്ങൾ വളരെ ആഴത്തിൽ നിങ്ങൾ തിരിച്ചറിയും. ഈ യേശു ക്രിസ്തു ആര് എന്ന് നിങ്ങൾ തിരിച്ചറിയും. നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന ഈ സ്വർഗത്തിൽ വസിക്കുന്ന യേശു ക്രിസ്തു ആര് എന്ന് തിരിച്ചറിയും. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ വെളിപാട് എന്താ എന്ന് ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും, ഇത് ഒരു ആഹ്വാനമാണ്. ദിസ് ഇസ് എ ട്രംപറ്റ് കോൾ. ഒരു മലയുടെ മണ്ടയിൽ നിന്ന് ആ ദൂതൻ വിളിച്ച് പറയുന്നത് പോലെ ഒരു വലിയ വിളി പോകുകയാണ്. ഈ വിളി ആർക്കൊക്കെയാണ് പോകുന്നതെന്ന് അറിയാമോ? ഈ വിളി പറയുന്ന ഓരോ വ്യക്തികൾക്ക് പോകുന്നുണ്ട്, സഭകൾക്ക് പോകുന്നുണ്ട്, ഈ രാജ്യങ്ങൾക്ക് പോകുന്നുണ്ട്, രാജാക്കന്മാർക്ക് പോകുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിന് പോകുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും ഒരു വലിയ വലിയ വിളി പോവുകയാണ്. എന്താണ് ഈ വിളി വിളിച്ച് പറയുന്നതെന്ന് അറിയാമോ? അതൊരു ട്രംപറ്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താണ് അതിന്റെ വാക്ക്? കാഹളനാദം. യെസ്. അപ്പൊ ഈ കാഹളനാദം ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്ന പുസ്തകം എന്താ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ഇതൊരു കാഹളനാദമാണ്. ഇന്ന് ഇവിടെ നിന്നും വളരെ ഈ യുഗായുഗങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഒരു കാഹളനാദം ഉയരുകയാണ്. ഈ കാഹളനാദം നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഈ കാഹളനാദം വരും. ഈ കാഹളനാദം എല്ലാ രാജാക്കന്മാരുടെ ചെവിയിലെത്തും. ഈ കാഹളനാദം എല്ലാ രാജ്യങ്ങളുടെ മുമ്പിലെത്തും. എല്ലാ പ്രപഞ്ചത്തിനും മുമ്പും എല്ലാ സൃഷ്ടിക്കും മുമ്പും ഈ കാഹളനാദം വിളിക്കുകയാണ്. അത് വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യം, ഒരുവൻ വരുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ രാജാവ്. ഹി ഈസ് കമ്മിങ് ആൻഡ് നിങ്ങൾ ആർ യു പ്രിപ്പയർഡ്? ബി പ്രിപ്പയർഡ്. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിൻ. ഇതാണ് ഈ കാഹളനാദം വിളിക്കുന്നത്. വെളിപാട് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു രാജാവിന്റെ കഥയാണ്. ആ രാജാവിന്റെ രണ്ടാം വരവിന്റെ കഥയാണ്. ഇതാണ് ആ കാഹളനാദം. എന്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബൈബിൾ സ്റ്റഡിക്ക് ശേഷം നിങ്ങൾ ഓരോരുത്തരും ആ കാഹളനാദം എടുത്ത് നിങ്ങൾ ഉറക്കെ വിളിച്ച് പറയണം, ഇതാ ഒരു രാജാവ് വരുന്നു, ഞാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നു. നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണോ? സഭയെ ഒരുങ്ങിയിരിക്കുവാണോ? വ്യക്തികളെ സഭ ഒരുങ്ങിയിരിക്കുവാണോ? പാസ്റ്റേഴ്സ് ഒരുങ്ങിയിരിക്കുവാണോ? രാജാക്കന്മാരെ ഒരുങ്ങിയിരിക്കുവാണോ? അവൻ വരുന്നു. അവന്റെ രണ്ടാം വരവ് വരുന്നു. അവൻ ഇനിയും വരുന്നത് ഈ ലോകത്തെ ജഡ്ജ് ചെയ്യുവാൻ. അതാണ് വെളിപാട്. വെളിപാട് എന്ന പുസ്തകം പലപ്പോഴും കരുതുന്നത് ഈ വചന പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് എന്ന് പലപ്പോഴും കരുതി വെച്ചിരിക്കുന്നത്. അല്ല. ഈ എഴുത്ത് എഴുതിയിരിക്കുന്നത് 7 സഭകൾക്കാണ്. 7 സഭകളിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു ആ 7 സഭകളിലും ഉണ്ടായിരുന്നത്. അതായത് 7 സഭകളിലെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷേ വചന പണ്ഡിതന്മാർ തിയോളജി പഠിച്ച് പലരും അതിനെ കീറി മുറിച്ച് നമ്മളെ വളരെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് ഒരു വചന പണ്ഡിതന്മാരെയോ അല്ല, ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നിങ്ങൾ ഇന്ന് ആശ്രയിക്കണം. ഇന്ന് ഞാനിത് എടുക്കുമ്പോഴും നിങ്ങൾ അത് തിരിച്ചു പോയി പഠിക്കുക. ഈ പുസ്തകം എന്ന് പറയുന്ന ആർക്കും തീർപ്പോടെ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ കഴിയുന്ന ഒരു പുസ്തകമേ അല്ല. നമുക്ക് ദൈവവചനം വെച്ചിട്ട്, ആ പഴയ നിയമവും പുതിയ നിയമവും വെച്ചിട്ട്, വചനം തന്നെ തുറന്നു തരുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കണം ഇതായിരിക്കാം നടക്കാൻ പോകുന്നത്. നമുക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഉറപ്പില്ലാത്ത അനേകം കാര്യങ്ങൾ ഇതിലുണ്ട്. ഓരോ സഭയ്ക്ക് അതിൻ്റെതായ ഡോക്ട്രിൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും അത് വായിച്ച് പഠിച്ച് നിങ്ങളെ തന്നെ സ്റ്റഡി ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ എടുക്കുമ്പോഴും ഞാനൊരു സ്റ്റഡി ചെയ്യുന്നുണ്ട്, നിങ്ങളും അതേപോലെ സ്റ്റഡി ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഈ വെളിപാട് അനുഗ്രഹമാവുകയുള്ളൂ. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ വെളിപാട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുക്കേണ്ടത് അല്ലെങ്കിൽ അറിവുള്ളത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിവുള്ളവരായി തീരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ജ്ഞാനമുള്ളവരായി തീരും. പക്ഷേ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല. അതിന്റെ 22 പുസ്തകത്തിൽ അതിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് പോലും യേശു ക്രിസ്തുവിനെ ഒഴിവാക്കാൻ കഴിയുകയെന്നല്ല. അതിൽ മൊത്തമായിട്ടും ഈ പിതാവിന് വളരെ നിർബന്ധമാണ് ഈ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ ഒരു ക്രിസ്തുവിന് ഇനി ഇതുവരെ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ ഈ പിതാവ് പറയാണ്, നൗ റിവീൽ. അത് ദൂതന്മാർ വഴി, തന്റെ ശിഷ്യന്മാർ വഴി അത് ലോകത്തിനെ അറിയിക്കുവാണ്. അപ്പോൾ ഇവിടെ വെളിപാട് എന്ന് പറയുന്ന ഒരു മറ മാറുകയാണ്, വെളിച്ചം വരികയാണ്. ഇതുവരെ മറഞ്ഞിരിക്കുന്നത്
നമ്മൾ കാണുകയാണ്. ഇത് ഒരു ഓപ്പൺ ബുക്കാണ്. ഈ ഓപ്പൺ ബുക്ക്, വെളിപാട് ഒരു ഓപ്പൺ ബുക്ക് എന്ന് പറയാൻ കാരണം ദാനിയലിന് കൊടുത്ത ആ ബുക്കിൽ എഴുതി വെച്ചു, നീ ഇത് സീൽ ചെയ്യണം, ഇത് എഴുതണ്ട, നീ സീൽ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാനോട് പറഞ്ഞു, ഇത് എഴുതി വെക്ക്, എന്നിട്ട് 7 സഭകളെ അറിയിക്കുന്നീ. ഇറ്റ് ഈസ് എൻ ഓപ്പൺ ബുക്ക്. കാരണം ദൈവത്തിന്റെ പദ്ധതികൾ തന്റെ സഭയും തന്റെ ജനത്തിനെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പിശാചിന് ക്രിസ്തുവിനും ദൈവമക്കൾക്കും വളരെ വളരെ പ്രാധാന്യമുള്ള ബുക്ക് ആകുമ്പോഴും പിശാചിന് വളരെ ദേഷ്യമുള്ള ഒരു പുസ്തകം കൂടിയാണ്. അതിനൊരു കാരണമുണ്ട്. പിശാചിന്റെ അന്ത്യം എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരാളുടെ അന്ത്യം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം വായിക്കാൻ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല, പിശാചിന് ഒട്ടുമേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെതായ റെസിസ്റ്റൻസും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ വിശ്വസിക്കുന്ന രാജാതി രാജാവ് അതുക്കും മേലെ, അവനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. ഇത് എഴുതപ്പെട്ടിരിക്കുന്നു, ഇത് ഓൾറെഡി തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു മനുഷ്യനോ സൃഷ്ടിക്കോ ഒന്നിനോ ഇത് പിടിച്ചു നിർത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് യുഗായുഗങ്ങളായി എഴുതി വെച്ചിരിക്കുന്നത്. ഈ കഥ, ഈ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നതാണ്. പിതാവ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്കോ ഒരു പ്രിൻസിപ്പാലിറ്റിക്കോ ഒരു റൂളറിനോ അതോറിറ്റിക്കോ ഇത് മാറ്റുവാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് എൻ ഓപ്പൺ ബുക്ക്. പക്ഷെ ഇത് സഭയ്ക്കും തന്റെ ജനത്തിനും അറിയിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എഴുതിയ പുസ്തകം. അപ്പം യോഹന്നാൻ എഴുതിയ ഈ പുസ്തകത്തിന് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ. ഇറ്റ് ഈസ് പ്രൈമർലി ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടാണ്. ഓക്കെ, ഇതില് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ യേശു ക്രിസ്തുവിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ടൈറ്റിൽ ഇതിലുണ്ട്, ആദ്യനും അന്ത്യനും, ആൽഫ ആൻഡ് ഒമേഗ. അതായത് പിതാവിന് പലപ്പോഴും പഴയ നിയമത്തിൽ പിതാവിന് ഉപയോഗിച്ച അതേ ടൈറ്റിൽ ഇപ്പോൾ വെളിപാടുന്നതിൽ യേശു ക്രിസ്തുവിന് കൊടുക്കുന്നുണ്ട്. യേശു ക്രിസ്തു പറയുന്നു, ഞാനും അതേ സ്വഭാവത്തിൽ വന്നിരിക്കുന്നു, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. വെളിപാടിന്റെ 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ യേശു ക്രിസ്തു മഹത്വപ്പെട്ട പുരോഹിതൻ രാജാവുമായി തന്റെ സഭകളോട് ശുശ്രൂഷിക്കുകയാണ്. ഈ യേശു ക്രിസ്തു എന്ന് പറയുന്ന നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവം സ്വർഗത്തിൽ മാത്രമല്ല നിൽക്കുന്നത്, നമ്മുടെ സഭകളുടെ മധ്യേ നിൽക്കുന്നവൻ. He abides and he is among the midst of the churches. ഈ 7 സഭകളോടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അങ്ങ് ദൂരെ നിന്ന് നോക്കുന്നവനല്ല, ഓരോ സഭയിലും കൂടെ കയറി ഇറങ്ങുന്നു. അത് പറയുമ്പോൾ നമ്മളൊരു സഭയാണെങ്കിൽ, നമ്മളൊരു സഭയുടെ ഭാഗമാണെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവം ചിലപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മളെ നോക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം നോക്കുന്നുണ്ടായിരിക്കും. കാരണം ഒരു അക്കൗണ്ട് കൊടുക്കുന്ന ദിവസമാണ്. ഈ വെളിപാടിന്റെ വലിയൊരു അതിശയിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഓരോ സഭയ്ക്ക് എഴുതുമ്പോഴും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഐ നോ യുവർ വർക്ക്സ്. നിങ്ങളുടെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ അറിയുന്നു, നിങ്ങളുടെ വിശ്വാസങ്ങൾ ഞാൻ അറിയുന്നു എന്നല്ല, നിങ്ങളുടെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. അതായത് അതിന് ഒരു എക്സ്പയറി ഡേറ്റ് പോലെ ആയി, ഇനി ഇതിന് രക്ഷയില്ല. നമുക്ക് ഇനി അതിനുള്ള സൊല്യൂഷൻ, അതായത് ഡയഗ്നോസിസ് കൊടുക്കുന്നു, അതിന്റെ സൊല്യൂഷനും കൊടുക്കുന്നുണ്ട്. പക്ഷെ യേശു ക്രിസ്തു വളരെ വ്യക്തമായി ഓരോ സഭയോടും പറയുന്നു, നിങ്ങളുടെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുള്ളവരായിരിക്കുന്നത് നല്ലത് തന്നെ, പക്ഷെ നമ്മുടെ പ്രവർത്തികൾ അതിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ വെളിപാട് പുസ്തകം നമ്മളെ വളരെയേറെ അലട്ടും. കാരണം ആ പ്രവർത്തികളുടെ ബേസിലാണ് അനുഗ്രഹങ്ങളും റിവാർഡും വെച്ചിരിക്കുന്നത്. സകല റിവാർഡും ആ പ്രവൃത്തിയുടെ ബേസിലാണ് വെച്ചിരിക്കുന്നത്. യെസ്, നമ്മളെ രക്ഷ വന്നത് പ്രവൃത്തിയിൽ കൂടെ അല്ല, കൃപയാലത്രേ വിശ്വാസത്താലത്രേ. പക്ഷെ അവസാനം വരുന്ന റിവാർഡ് കിട്ടുന്നത് പ്രവൃത്തിയിൽ തന്നെയാണ്. അത് ഓരോന്നും വളരെ വ്യക്തമായി ആ 7 ലെറ്റേഴ്സിലേക്ക് നമുക്ക് വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. എന്നാൽ 1 മുതൽ 3 വരെ. പിന്നെ വേറെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ, ഈ വെളിപാടിന്റെ 1 മുതൽ 3 വരെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, you will be in a very safe spot. നിങ്ങളെ ഈ ലോകത്തിൽ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾക്ക് അത് വളരെയേറെ സഹായിക്കും. നിങ്ങളുടെ ജീവിതം മാറ്റിമറിയും. ഇനി വരാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും ഈ വെളിപാടിന്റെ 1 മുതൽ 3 വരെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറുക എന്ന് മാത്രമല്ല, എന്തൊക്കെ വരാനിരിക്കുന്നോ അതിന് നിങ്ങൾ തയ്യാറെടുത്ത് കഴിയും. ഈ 1 മുതൽ 3 വരെ നിങ്ങൾ മനസ്സിലാക്കിയാൽ. അതുകൊണ്ട് ഈ 1 മുതൽ 3 വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ നമുക്ക് സഭയായിട്ടും ആസ് എ പേഴ്സൺ ഈ 1 മുതൽ 3 വരെ വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം അത് ഡയറക്റ്റ് ലെറ്റർ ആണ്. നമ്മൾ ഈ സഭയായിട്ട് ബേസിൽ നമ്മൾ ഓരോരുത്തരും ആ ഭാഗത്ത് വരികയും ചെയ്യും. നമുക്കുള്ള ഒരു റിപ്പോർട്ട് പോലെയാണ്, ഒരു അസസ്മെന്റ് പോലെയാണ് ആ ഭാഗം. അതുകൊണ്ട്
അത് ആ 3 ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കിയാൽ വരാനിരിക്കുന്ന എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരുങ്ങി കഴിയും. അതാണ് അർത്ഥം. പിന്നെ അങ്ങോട്ട് പൂർണ്ണമായി ചിലപ്പോൾ എല്ലാം മനസ്സിലായില്ലെന്ന് വരും. പക്ഷേ 1 മുതൽ 3 വരെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരുങ്ങി കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോസസ്സിലേക്ക് കയറും. കാരണം രാജാവ് വരുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കും. രാജാവ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ രാജാവ് നോക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ, എൻ്റെ സഭയിലുള്ള എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടുന്നതിന് പകരം നമ്മൾ ആ കണ്ണാടി നോക്കിക്കൊണ്ട് പറയും, അയ്യോ എൻ്റെ രാജാവ് വരാൻ സമയമായി, എനിക്ക് ഒരുങ്ങുവാൻ സമയമായി. ആ കാഹളം നാദം നിങ്ങളുടെ ചെവിയിലും നിങ്ങളുടെ ഹൃദയത്തിലും മുഴങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുഴക്കുന്ന ആ കാഹളനാദം വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഒരുങ്ങിയോ? അവൻ വരുന്നു, ഹി ഈസ് കമ്മിങ്. അവൻ വരിക തന്നെ ചെയ്യും. അവൻ ഒരു വട്ടം ആദ്യത്തെ വരവിന് ഓരോ വേഴ്സസ് ഉണ്ടെങ്കിൽ വന്ന ഓരോ വേഴ്സസിനും 8 വേഴ്സസ് ആണ് രണ്ടാം വരവിന് പറയുന്നത്. അതായത് നമുക്ക് 8 വട്ടം ഉറപ്പിക്കാം യേശുക്രിസ്തു രണ്ടാമത് വരുന്നുണ്ട് എന്ന്. എത്രത്തോളം വേഴ്സസ് ഉണ്ടോ ഇൻറ്റു 8 ആണ് സെക്കൻഡ് കമ്മിങ്ങിനുള്ള വേഴ്സസ്. പലർക്കും അത് അറിയില്ല, പല സഭകൾക്കും അറിയില്ല യേശുക്രിസ്തു രണ്ടാമത് വരുന്നുണ്ടെന്ന്. യേശുക്രിസ്തു മരിച്ചു, നമ്മൾ അതിൽ വിശ്വസിച്ചു, നമ്മൾ സ്വർഗത്തിൽ പോകുന്നു. ഈ രണ്ടാം വരവായിട്ടുള്ള ബേസിൽ പലർക്കും പല അഭ്യൂഹതയുണ്ട്. പക്ഷേ ഈ വെളിപാട് പുസ്തകം ആ അഭ്യൂഹത എല്ലാം മാറ്റിത്തരും. നമുക്ക് വളരെ വ്യക്തത തരുന്ന ഒരു പുസ്തകമാണ് വെളിപാടിന്റെ 4-5. അത് വളരെ മനോഹരമാണ്. കാരണം സ്വർഗത്തിൽ സിംഹാസനത്തിൽ വാഴുന്ന ഒരു കുഞ്ഞാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, കുഞ്ഞ് ആടല്ല, റാമാണ്, മുട്ടനാടാണ്, 7 കൊമ്പുള്ള ആട്. അതായത് ഒരു ആടിന് കൊമ്പ് വരണമെങ്കിൽ അത് മെച്യൂരിറ്റിയിലേക്ക് വന്നു. പലപ്പോഴും ഈ പുസ്തകത്തിലും അല്ലാതെ പേജസിലും അല്ലാതെ വെളിപാടിൽ കുഞ്ഞാടിനെ കുറിച്ച് വരയ്ക്കുമ്പോൾ അവർ ചെറിയൊരു ആടിനെയാണ് കാണിക്കുന്നത്. ഇതൊരു ചെറിയ ആടല്ല, ഇത് 7 കൊമ്പുള്ള മുട്ടനാടാണ്. ഇത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. സർവ്വരും എല്ലാ മുട്ടും നാവും എല്ലാം മടങ്ങുന്ന ഈ മുട്ടനാടിന്റെ മുമ്പിലാണ്. സോ നിങ്ങളുടെ ബൈബിളിൽ പ്രത്യേകം എഴുതിയിട്ടോണം റാം. അല്ലാതെ പലപ്പോഴും കുഞ്ഞാടെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല. ഇത് മഹത്വത്തിന്റെ ദൈവം. ഈ ദൈവം വരുന്നു. അവൻ വരുന്നതോ ചില്ലറയായിട്ടല്ല വരുന്നത്, ആദ്യം വന്നതുപോലെ അല്ല വരുന്നത്. നമ്മൾ അതിലേക്ക് വരാം. 6-18 യേശുക്രിസ്തു ഈ ലോകത്തിനെ ജഡ്ജ് ചെയ്യാൻ, വിധിക്കുവാൻ വരുന്നതാണ്. ആദ്യം കൃപയും സമാധാനവും സാൽവേഷനും കൊടുക്കുവാൻ വന്ന ഈ ക്രിസ്തു ഇപ്പൊ വരുന്നത് വിധിക്കുവാനാണ്. അവൻ മെതിക്കും, സഭകളെ മെതിക്കും, രാജ്യങ്ങളെ മെതിക്കും, എല്ലാവരെയും മെതിക്കുകയും ചെയ്യും. ആ ഭയാനകമായ ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ ഈ ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്നവർക്ക് ഉത്സാഹത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളാണ്. അതല്ല, സ്വന്തം ജീവിതവും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവർക്ക് ഇതൊരു ഭയാനകമായ സംഭവമായി മാറും. ഈ ക്രിസ്തുവിന്റെ രൂപം കണ്ട് അവർ ഭയപ്പെടും. യോഹന്നാൻ വീണതുപോലെ, മരിച്ചതുപോലെ വീഴുക അല്ലാതെ, ഭയം കൊണ്ട് വീഴുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല. കാരണം ഭയാനകമായ ഈ ദൈവം ഇറങ്ങി വരികയാണ് ഭൂമിയിൽ അതിനെ വിധിക്കുവാൻ. 19 വീണ്ടും ഈ പറയുന്നു, രാജാവായി അവൻ വരുന്നത്. ഈ വരവ് ഒരു ഒന്നൊന്നര വരവാണ്. അവൻ എല്ലാവരെയും അറിയിക്കുന്നു, ഞാൻ ആരാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, ഈ മഹത്വത്തിന്റെ ദൈവമാണ്. ഓരോന്ന് അതാത് സ്ഥലത്ത് അവനെ ഇരുത്തുന്നു, പിശാചിനെ അവന്റെ സ്ഥലത്ത് ഇരുത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞാനാണ് ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ, ഈ സകല ഓൾ ദ യൂണിവേഴ്സ്, അതിന്റെ എല്ലാം സൃഷ്ടാവാണ് ഞാൻ എന്നാണ് യേശുക്രിസ്തു വിളിച്ച് പറയുന്നത്. 19-22 നമുക്ക്, അതുകൊണ്ടാണ് അവസാനം വരെ വായിക്കാൻ ഞാൻ പറയുന്നത്. കാരണം ഈ 19-22 നമുക്ക് വളരെ സന്തോഷം കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇത് ഈ കുഞ്ഞാടിന്റെ കല്യാണമാണ്. ഈ കല്യാണത്തിൽ നമുക്ക് പങ്കെടുക്കണ്ടേ? എന്നാൽ നമുക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, എല്ലാവർക്കും ആക്സസ് ഇല്ല, എല്ലാവർക്കും ഇൻവൈറ്റ് കിട്ടത്തില്ല, എല്ലാവർക്കും ആ ക്ഷണം വരുന്നില്ല. നമുക്ക് ആ ക്ഷണം കിട്ടണ്ടേ? കാരണം ഇത് വളരെ ഒരു സെപ്പറേറ്റ് യുണീക്ക് ഒരു പ്രത്യേക ഒരു ഫംഗ്ഷൻ ആണ്. ഇതിൽ എല്ലാവർക്കും കയറി ചെല്ലുവാൻ കഴിയുന്നില്ല. വളരെ സെലക്റ്റീവ് ആയിട്ട് ഒരു ഗ്രൂപ്പാണ് അവിടെ കയറി ചെല്ലുന്നത്. പിന്നെ വീണ്ടും സന്തോഷിക്കാൻ വകയുണ്ട്. പിശാചിനെ എന്നേക്കുമായി തീർക്കുന്ന ഒരു ഭാഗമാണ്, അവന്റെ ഡിഫീറ്റാണ്, അവന്റെ തോൽവിയെക്കുറിച്ച് എഴുതി വെച്ചേക്കുന്ന ഒരു ഭാഗമാണ് ഈ 19-22 വരെ. ഏറ്റവും അവസാനം പുതിയ ഭൂമിയും പുതിയ ആകാശം. ഏറ്റവും അതിശയകരമായ ഒരു കാര്യം എന്നെ എപ്പോഴും അതിശയിച്ചെന്ന് പറഞ്ഞാൽ, പുതിയ ആകാശം അല്ലെങ്കിൽ ന്യൂ ഹെവൻ, പുതിയൊരു ഹെവൻ കൂടെ വരുന്നു. ഒരു ഭൂമിയെ മാത്രമല്ല മാറ്റുന്നത്, പുതിയ ഒരു ആകാശം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് തോന്നില്ലേ? പക്ഷേ ഈ ദൈവവചനത്തിൽ വീണ്ടും ഞാൻ പറഞ്ഞ ഡൈലമയുണ്ട്.
ഈ വചനം ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മധുരിക്കും, പിന്നെ കഴിക്കും. ഇതൊക്കെ സന്തോഷം കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ്. ആദ്യം മധുരിക്കും. അതാണ് യോഹന്നാനെ കൊണ്ട് ഇത് കഴിപ്പിച്ചു. മുമ്പ് ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പ്രവാചകന്മാരെയും കൊണ്ടും ദൈവവചനം കഴിപ്പിച്ചുണ്ട്. അത് ആദ്യം കഴിക്കുമ്പോൾ മധുരം, പിന്നെ കഴിക്കുമ്പോൾ ഒരു കയ്പ്, ചിലർക്ക് വയറിൽ തന്നെ ഒരു അസ്വസ്ഥത. കാരണം ഇത് ഡൈജസ്റ്റ് ചെയ്ത് വരും. ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ ഉത്സാഹം കൊണ്ടാണ്, പിന്നെ നമ്മൾ ഈ ദൈവം എന്തൊക്കെയാണ് നോക്കുന്നത്, നമ്മളിൽ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്, ഓരോ സഭയിലും പ്രതീക്ഷിക്കുന്നത്, എന്തിനൊക്കെയാണ് വിധിക്കുന്നത് എന്ന് മനസ്സിലാക്കി വരുമ്പോൾ ആദ്യമുള്ള ഉത്സാഹം മാറി ചെറിയൊരു കയ്പും ഭയവും നമ്മുടെ വന്നു തുടങ്ങും. ആദ്യം മധുരം, പിന്നെ കയ്പ്. അതാണ് യോഹന്നാനും അനുഭവിച്ചത്. പക്ഷേ ഏറ്റവും അവസാനം നമുക്ക് സന്തോഷിക്കാം. ഈ ചില പടങ്ങൾ അവസാനിപ്പിക്കുന്ന പോലെ എന്തൊക്കെ സംഭവിച്ചാലും ക്ലൈമാക്സ് അടിപൊളി തന്നെയാണ്. രാജാവ് തന്നെ വാഴുകയുള്ളൂ. അവൻ മാത്രമേ ആ സിംഹാസനത്തിൽ ഇരിക്കുകയുള്ളൂ. അവൻ മാത്രം വാഴുകയുള്ളൂ. അവന്റെ മുമ്പിൽ നാം പിടിച്ചു നിൽക്കുന്നവൻ, അവൻ അവന്റെ കൂടെ വാഴും. വി വിൽ റെയിൻ വിത്ത് ഹിം. ഇതൊരു അത്ഭുത പുസ്തകം. അപ്പം നിങ്ങൾ തയ്യാറായിക്കൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തർക്കും ബുക്കുണ്ട്, പേനയുണ്ട് എന്ന് എനിക്കറിയാം. അത് റെഡി ആയിക്കൊള്ളുവിൻ. ഓക്കെ, ഇനി ഇതിന്റെ ഓതർ ആരാന്നുള്ളത്, അല്ലെ, ഇത് ആരാ എഴുതിയത്? പലപ്പോഴും യോഹന്നാനാണ് എഴുതിയത് എന്ന് പറയുമ്പോഴും ഇതിന്റെ ഓതർ യേശു ക്രിസ്തുവാണ്. കാരണം പലരും, ചില വചന പണ്ഡിതന്മാർ ഇത് യോഹന്നാൻ അല്ല എഴുതിയത് എന്ന് പറയുന്നു. കാരണം യോഹന്നാന്റെ മറ്റേ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയിട്ട് ഈ യോഹന്നാൻ ഈ വെളിപാട് എഴുതിയിരിക്കുന്ന ആ സ്റ്റൈല് നോക്കിയിട്ട് പറയും, ഇത് യോഹന്നാന്റെ മറ്റേ പുസ്തകങ്ങളുടെ സ്റ്റൈല് വെച്ച് ഇത് ചേർന്ന് പോകുന്നില്ല, അതുകൊണ്ട് യോഹന്നാൻ ആണ് എന്ന് തോന്നുന്നില്ല. പക്ഷെ അതിന് യോഹന്നാൻ അല്ലാതെ, അല്ലെങ്കിൽ യോഹന്നാന്റെ സ്റ്റൈല് ആകാതിരിക്കുവാൻ ഒരു കാരണമുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് യോഹന്നാനെ ആ പത്മോസ് ദ്വീപിൽ നിന്ന് ആത്മാവിൽ വേറൊരു തലത്തിൽ, അത് എവിടെയാണോ സംഭവിക്കുന്നത് അവിടെ ആത്മാവിൽ കൊണ്ടുപോയിട്ട് യോഹന്നാൻ കാണുന്നത് എഴുതുന്നത് മാത്രം. അതായത് പലരും യോഹന്നാനോട് സംസാരിക്കുന്നുണ്ട്, യേശു ക്രിസ്തു സംസാരിക്കുന്നുണ്ട്, മാലാഖം ഏഞ്ചൽസ് സംസാരിക്കുന്നുണ്ട്, എൽഡേഴ്സ് സംസാരിക്കുന്നുണ്ട്. 3 പേര്, മൂപ്പന്മാർ സംസാരിക്കുന്നുണ്ട്, ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ സംസാരിക്കുന്നുണ്ട്, യേശു ക്രിസ്തു സംസാരിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് കണ്ടാൽ, നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും, ഇതെല്ലാം കണ്ടിട്ട് യോഹന്നാൻ അന്താളിച്ചിരിക്കുകയാണ്, എന്നിട്ട് എഴുതാനൊക്കെ മറന്നു പോവുകയാണ്. കാരണം അത്ര ഭയാനകമായ കാര്യങ്ങളാണ് ദൈവം യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന്റെ ദൂതൻ തട്ടിയിട്ട് പറയുന്നുണ്ട്, യോഹന്നാനെ ഇത് എഴുത്. കാരണം അവൻ ഭ്രമിച്ച് നിൽക്കുകയാണ്, അന്താളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എഴുത്തിന്റെ വ്യത്യാസം. യോഹന്നാൻ ഇരുന്ന് ചിന്തിച്ച് എഴുതിയ ഒരു പുസ്തകമേ അല്ല. യോഹന്നാൻ കണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് എഴുതാൻ പറഞ്ഞത് അതേപടി എഴുതിയതാണ്. അതിലൊന്ന് കുറയ്ക്കുവാനോ കൂട്ടുവാനോ സാധ്യമല്ല. അതുകൊണ്ട് എഴുതി കഴിഞ്ഞിട്ട് തിരിച്ചു പോയി അത് മായ്ക്കുവാനൊന്നും പറ്റത്തില്ല. കാരണം അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ആള് ആ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതെല്ലാം വരും. അതുകൊണ്ട് യോഹന്നാൻ ഒരിക്കലും അതിലൊന്നും കൂട്ടാനോ കുറയ്ക്കുവാനോ നിന്ന് കാണത്തില്ല. യോഹന്നാൻ കണ്ടത് എഴുതി, എന്നിട്ട് സഭയ്ക്ക് കൊടുത്തു. ഓക്കെ, അപ്പോ ഈ വെളിപാട് പുതിയ നിയമത്തിൽ നമുക്ക് അറിയാം, യോഹന്നാൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് വളരെ സ്നേഹിച്ച, അല്ലെ, വളരെ സ്നേഹമുള്ള, വളരെ അടുപ്പമുള്ള ഒരു ഡിസൈപ്പിൾ തന്നെയായിരുന്നു, ശിഷ്യൻ തന്നെയായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ ഇതുപോലെ ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അതാരാന്ന് പറയാമോ? പ്രവാചകന്മാരിൽ ഈ പുതിയ നിയമത്തിൽ ശിഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് എന്ന് യോഹന്നാൻ തന്നെ പറയുകയാണ്. എന്നാലും ദൈവത്തിന് വളരെ അടുപ്പമുള്ള ഒരാൾ തന്നെയായിരുന്നു യോഹന്നാൻ. എങ്കിൽ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന പഴയ നിയമത്തിൽ ദൈവം ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാചകൻ ആരെന്നറിയാമോ? ഡാനിയൽ. യെസ്, റൈറ്റ്. ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള പ്രവാചകനായിരുന്നു. പക്ഷെ നിങ്ങൾ ആ സിമിലാരിറ്റി കണ്ടോ? ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന ഈ 2 പേരാണ്. ഒന്ന് ഡാനിയലിന്റെ പുസ്തകം എവിടെ നിർത്തുന്നോ അവിടെയാണ് യോഹന്നാന്റെ പുസ്തകം തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഡാനിയലിന്റെ പുസ്തകം അടച്ചു വെച്ചിരിക്കുന്ന അതേ ഭാഗത്ത് തന്നെയാണ് യോഹന്നാൻ എന്ന ശിഷ്യൻ തുറക്കുന്നത്. ദൈവം ഇത് കൊടുത്തിരിക്കുന്ന 2 വ്യക്തികൾ ആരാണ്? താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വ്യക്തികൾക്ക്. അപ്പോ ഈ വെളിപാട് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യമല്ല. അതിനൊരു വില കൊടുക്കേണ്ടി തന്നെ വരും. ഡാനിയൽ അതിനൊരു വില കൊടുക്കണം. നമ്മൾ ഇന്ന് പഠിക്കുമ്പോഴും ഇത് പഠിപ്പിക്കുമ്പോഴും ഞാൻ തീർച്ചയായും പറയാം, അതിനൊരു വില കൊടുക്കേണ്ടി വരും. വില കൊടുക്കാത്ത ഒരു ശിഷ്യനുമില്ല, വില കൊടുക്കാത്ത ഒരു ദൈവദാസനുമില്ല. ആ വില കൊടുത്ത് തന്നെ പത്മോസ് ദ്വീപിൽ ഏകനായി, അതാണ് ആ പാട്ട്, പത്മോസ് ദ്വീപിൽ ഏകനായി വസിച്ചാലും ഭയമില്ല എനിക്ക്, ഏകനായി
വസിക്കുമ്പോഴും തനിക്ക് കിട്ടിയ ആ വെളിപാട് അത് എത്ര മനോഹരമായ വെളിപാടാണ്. യോഹന്നാനെ എന്നും എന്നും സന്തോഷിക്കാനുള്ള വക സകല സഭയ്ക്കും ഇന്നും. ഇത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് യോഹന്നാൻ കണ്ട ആ മനോഹരമായ വെളിപാട്. പക്ഷെ തന്റെ പ്രിയ ശിഷ്യന് കൊടുത്ത ആ സ്നേഹമുള്ള ശിഷ്യന്മാർക്ക്, തന്റെ ദാസന്മാർക്ക് കൊടുത്ത വെളിപാട്, അത് ഡാനിയലും അതും യോഹന്നാനും രണ്ടുപേരും വളരെ പ്രിയമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനി പ്രിയമുള്ള ഒരു കൂട്ടരും കൂടെ ഉണ്ട്. ആരാ അറിയാം? പുതിയ നിയമത്തിൽ വളരെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയാമോ? അബ്രഹാം പഴയ നിയമത്തിൽ ഒരു ഫ്രണ്ടാന്ന് പറയുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും തന്റെ ഫ്രണ്ട്സിനോട് പറയും. വരാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ സുഹൃത്തുക്കളോട് പറയുന്ന ഒരു ദൈവം. എന്റെ സുഹൃത്തായ, എന്റെ വളരെ അടുത്ത ഫ്രണ്ടായ അബ്രഹാമിനോട് ഞാൻ എങ്ങനെ പറയാതിരിക്കും എന്ന് പറഞ്ഞു പോകുന്ന ഒരു ദൈവം. എന്നാൽ പുതിയ നിയമത്തിൽ ആരാണ് ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നത്? യെസ്, ശിഷ്യന്മാരെയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, ഇന്ന് മുതൽ നിങ്ങളെ ശിഷ്യന്മാരെന്നല്ല ഞാൻ വിളിക്കുന്നത്, സ്നേഹിതന്മാർ. കാരണം ആ സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് ക്രിസ്തു ജീവൻ കൊടുത്തത്. ആ സ്നേഹിതന്മാർ തിരിച്ചും ആ തന്നെ ഏറ്റവും സ്നേഹിച്ച ആ ഗുരുവിന് വേണ്ടി, ആ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വില കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തി ക്രിസ്തുവിന്റെ ഫോളോവർ അല്ല. വില കൊടുത്തേ മതിയാവും. പക്ഷെ നമുക്ക് തന്ന വില വെച്ച് ഓർക്കുമ്പോൾ അത് ഒന്നുമല്ലാതാവും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്തു കൊടുത്ത ആ വിലയ്ക്ക് മുമ്പിൽ നമ്മുടെ വില ഒന്നുമല്ല. അപ്പോൾ പത്മോസ് ദ്വീപ്, അപ്പൊ യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എഴുതിയതാണ്. ഈ യോഹന്നാൻ എന്ന് പറയുന്നത് സെബദിയും സലോമിക്കും ജനിച്ചതാണ്. അവർ 2 മക്കളുണ്ടായിരുന്നു, ജെയിംസ് ആൻഡ് ജോൺ. അവരറിയപ്പെട്ടത് സൺസ് ഓഫ് തണ്ടർ. ഇവരൊരു ഒന്നൊന്നര വ്യക്തികളായിരുന്നു. ജോൺ പലപ്പോഴും വളരെ ഒരു ഫെമിനിൻ ക്യാരക്ടറിനാണ് പല മൂവിയിലൊക്കെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഫെമിനിൻ ക്യാരക്ടറൊന്നും അല്ലായിരുന്നു യോഹന്നാൻ. വളരെ ഡീപ്പും വളരെ പാഷനേറ്റ് ആയിട്ട് ഒരാളായിരുന്നു. കാരണം അവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നപ്പോൾ ദൈവമേ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഇവരെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് യോഹന്നാൻ. അത് യോഹന്നാനാണ് പറയുന്നത് ദൈവത്തിനോട്, ക്രിസ്തുവിനോട്. ക്രിസ്തു അല്ലല്ല, ഒരു മിനിറ്റ്, അങ്ങനെയല്ല. വളരെ തനിക്ക് കൊടുത്ത അധികാരത്തിനും അതൊക്കെ ചെയ്യാൻ കഴിവുണ്ടെന്ന് യോഹന്നാൻ നന്നായിട്ട് അറിയുന്നു. വളരെ പാഷനേറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന് സ്വന്തം ഹാഫ് ബ്രദേഴ്സ് ഉണ്ടെങ്കിലും തന്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത് യോഹന്നാനെയാണ്. അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്വന്തം സഹോദരന്മാരുണ്ട്, അവരെ ഏൽപ്പിക്കുന്നതിന് പകരം തന്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത് യോഹന്നാനെയാണ്. യോഹന്നാൻ അവസാനം വരെ അവർ രണ്ടുപേരുടെയും അവരെ അടുക്കിയിരിക്കുന്നത് എഫെസസിലാണെന്നാണ് പറയുന്നത്. രണ്ടുപേരും ആ എഫെസസിലാണ് അടുക്കപ്പെട്ടത്. ഈ പത്മോസ് എന്ന ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇന്നും ഈ പത്മോസ് ദ്വീപുണ്ട്. പലരും പറയുന്ന വെളിപാട് എന്ന് പറയുന്നത് ഈ യോഹന്നാന് ചെറിയ വന്ന ഹാലൂസിനേഷൻസ് എന്നൊക്കെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതിലെല്ലാം നമുക്ക് പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടർക്കിയിൽ നിന്ന് വെറും 40 കിലോമീറ്റർ അകലെയുള്ള ചെറിയൊരു ഐലൻഡാണ് ഈ പത്മോസ് ദ്വീപ്. ഈ യോഹന്നാൻ എഴുതിയ അല്ലെങ്കിൽ ആ ഇരുന്ന സ്ഥലത്ത് ഇന്നൊരു വലിയ മൊണസ്ട്രി ഉണ്ട്. അവിടെ നമുക്ക് ആക്ച്വലി പോയി കണ്ട് അത് വലിയൊരു ടൂറിസം പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ചെറിയൊരു ഐലൻഡാണ്. പക്ഷേ ഇത് നടക്കുന്നത് ഡൊമീഷ്യൻ എന്ന് പറയുന്ന റോമൻ എംപറർ ആ കാലത്താണ് ഈ യോഹന്നാനെ പിടിച്ച് തടവിൽ ഇടുന്നത്. ഈ ഡൊമീഷ്യൻ എന്ന ഒരു പുള്ളി വളരെ ക്രൂരനായ ഒരു റോമൻ എംപറർ ആയിരുന്നു. പുള്ളി സ്വയം ദൈവമാണെന്ന് വിളിക്കുകയും താൻ ദൈവമായതുകൊണ്ട് എല്ലാവരും തന്നെ ദൈവം എന്ന് കരുതി മുട്ടുമടക്കണം, അല്ലെങ്കിൽ താഴ്മയായിട്ട് ആരാധിക്കണം എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു ഡൊമീഷ്യൻ. അതിനെതിരെ യോഹന്നാൻ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് യോഹന്നാനെ അതിന്റെ കാരണമാണ് പത്മോസ് ദ്വീപിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഡൊമീഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ തിരിച്ചു വരികയും സഭയും അവിടുത്തെ മൂപ്പന്മാരെ എല്ലാം അവിടെ എല്ലാം റെഡിയാക്കുന്നത് അതിന് ശേഷമാണ്. പക്ഷേ ആ ഡൊമീഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴെല്ലാം ആ സമയത്താണ് AD 95 യോഹന്നാൻ ഇത് എഴുതുന്നത് പത്മോസ് ദ്വീപിൽ നിന്ന് എഴുതിക്കൊണ്ട്. അപ്പൊ വളരെ കഷ്ടതകളിൽ കൂടെ കടന്നുപോയി യോഹന്നാൻ. അത് ഞാൻ പറഞ്ഞൊരു വില കൊടുക്കേണ്ടി വന്നു. നമുക്ക് പലപ്പോഴും വെളിപാട് ഇഷ്ടമാണ്, വെളിപാട് കൂടുതൽ ദൈവത്തിനെ കുറിച്ചുള്ള വെളിപാട് ഇഷ്ടമാണ്. നമ്മൾ ആദ്യം വളരെ ഉത്സാഹത്തോട് പോവും. പക്ഷെ ദൈവം ആ വില ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള വാഞ്ചിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പിന്മാറാറുണ്ട്. യോഹന്നാൻ പിന്മാറിയില്ല. പിന്നെ ഒരു സഭ, ആദ്യകാലത്തെ സഭ പറയുന്ന ഒരു കഥയുണ്ട്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതൊരു കെട്ടുകഥകൾ പോലെ ഒരു കഥയാണ്. എന്നാൽ ആ കഥ പറയാം. ഡൊമീഷ്യൻ ഈ യോഹന്നാനെ
തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടു എന്നും അതിൽ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ടും യോഹന്നാന് ഒന്നും സംഭവിച്ചില്ല എന്നൊരു കഥയുണ്ട്. പക്ഷെ അത് കൺഫേം ചെയ്യാനായിട്ട് വേറെ ആരും കൺഫേം ചെയ്യുന്നില്ല. ഒരുപക്ഷെ സഭയ്ക്ക് ഒരു 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 എന്താ പറയാ, ഒരു ചില കഥകളുണ്ടല്ലോ, ഒരു മസാല ഇട്ട് പറയുന്ന ഒരു സംഭവമാണോ എന്ന് വരെ ചിന്തിക്കാം. പക്ഷേ വേറെ ആരും അത് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ആ പത്മോസ് ദ്വീപിൽ വളരെയേറെ കഷ്ടതയിലൂടെ കടന്നുപോയി എന്നുള്ളത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ ഈ വെളിപാട് എങ്ങനെ പഠിക്കണം അല്ലെ? വെളിപാട് എങ്ങനെ പഠിക്കണം? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ 404 വേഴ്സസ് ഉണ്ട്. അതിൽ ഏകദേശം 800ഓളം കാര്യങ്ങൾ അതിന്റെ ഇമേജറീസ് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിന്റെ ബേസിലാണ്. അപ്പം ഈ നിങ്ങൾ ഇത് പഠിക്കുന്നതോറും ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് വെളിപാട് പറഞ്ഞു കൊടുക്കുന്നതാണോ നല്ലത്, അതോ ഉൽപ്പത്തി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ നല്ലത്? ആക്ച്വലി പുതിയതായിട്ട് വരുന്ന ഒരു വിശ്വാസിക്കും ആക്ച്വലി വെളിപാട് പഠിച്ചു തുടങ്ങാം. ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് പുതിയതായിട്ട് വരുന്ന വ്യക്തിക്ക് അതായിരിക്കും ഒരുപക്ഷെ നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ അതേ കാര്യമാണ്, വെളിപാട് പഠിക്കുന്ന വ്യക്തി ബാക്കി എല്ലാ പുസ്തകങ്ങളും പഠിച്ചേ മതിയാവും. പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ഇമേജറീസ്, ആ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സയൻസും, അതായത് വെളിപാട് ഒരു കോഡഡ് മെസ്സേജ് ആണ്. ഒരു കോഡും സയൻസും ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. കംപ്ലീറ്റ്ലി കോഡഡ് ആണ്. ഈ കോഡ് നമ്മൾ ഡീകോഡ് ചെയ്താൽ നമുക്കത് വ്യക്തമായി കൊണ്ടിരിക്കും. പലപ്പോഴും ഈ ഡീകോഡ് ചെയ്യാൻ ഈ പഴയ നിയമം നമുക്ക് അറിയാത്തത് കൊണ്ട് ഓരോ വ്യക്തികളും അവരുടെ ആശയങ്ങളാണ് പറയുന്നത്. അത് വളരെയേറെ തെറ്റിപ്പോവുകയും ചെയ്യും. ബൈബിളിലെ ഒരു അതിശയകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഡ് ബൈബിൾ തന്നെ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് വേറൊരു പുസ്തകത്തിൽ പോകേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ വെളിപാടിലെ ചില കാര്യങ്ങൾ ഈവൻ ഫോർ എക്സാമ്പിൾ ഒരു വൈറ്റ് സ്റ്റോണിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു വെള്ളക്കല്ലിനെ കുറിച്ച്. അത് വേറെ എങ്ങും നമ്മൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്നാൽ ഏറെക്കുറെ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നങ്ങളും ഏറെക്കുറെ ഉപയോഗിച്ചിരിക്കുന്ന കോഡുകളും ബൈബിൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പൊ നിങ്ങൾക്ക് വേറൊരു പുസ്തകത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ അത് പഠിക്കുമ്പോൾ അത് നിന്നിട്ട് ഇന്നത്തെ കാലത്ത് ഇത് പഠിക്കാൻ ഒന്നുകൂടെ എളുപ്പമാണ്. കാരണം നമുക്ക് അത്രത്തോളം ഗൂഗിളും ടെക്നോളജിയും ഉള്ളതുകൊണ്ട് ഈ ബൈബിളിലെ ഈ ഭാഗം വേറെ എന്തെങ്കിലും, അപ്പം ഫോർ എക്സാമ്പിൾ ബൈബിളിലെ 3 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്, വെളിപാട് 3 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അത് 3 സ്ത്രീകളല്ല, എന്നാൽ 3 സ്ത്രീ എന്നാ പറയുന്നത്. അതായത് ഡ്രാഗന്റെ പുറത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീ, അത് യഥാർത്ഥ ഒരു സ്ത്രീയല്ല. പലപ്പോഴും ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ദേശത്തിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിലീഫിനെ ആയിരിക്കും. ഒരു സിംബോളിക് വേയിലാണ് ബൈബിൾ വെളിപാട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സിംബോളിസം നമ്മൾ മനസ്സിലാക്കി, ഇപ്പൊ ബാബിലോൺ എന്ന് പറയുന്ന ഒരു കാര്യം അത് എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ വളരെയേറെ തെറ്റിദ്ധരിക്കുകയും നമ്മൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലേക്ക് കയറി ചെല്ലുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ 6 കഴിഞ്ഞ് അങ്ങോട്ട് ദൈവവചനം പഴയ നിയമം അറിയുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഡീകോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് അത് എങ്ങനെ വേണമെങ്കിലും അതിന്റെ വിവരണം പോകാം. അത് വളരെയേറെ സൂക്ഷിക്കണം. നമ്മൾ ബൈബിളിൽ തന്നെ ആ കോഡ് അന്വേഷിക്കുക. നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, ബൈബിൾ തന്നെ അത് മനസ്സിലാക്കി തരും. നിങ്ങൾ ബാബിലോണിൽ എത്തുമ്പോൾ, ബാബിലോണിലെ സ്ത്രീ അത് മനസ്സിലാവുമ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ബാബിലോണിനെ കുറിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക്, അതായത് വെളിപാടിൽ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദ ബീസ്റ്റ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ദ വാട്ടർ, അല്ലെ? ഒരു പ്രത്യേകതരമായ മൃഗം ഇറങ്ങി വരികയാണ് വെള്ളത്തിൽ നിന്ന്. അതിന് ആക്ച്വലി വെളിപാടിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയായിരുന്നു, അത് ഡിക്റ്റേറ്റർ ആണ്. ഒരു ഡിക്റ്റേറ്റർ വരും. ഇല്ല, ഡിക്റ്റേറ്റർ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കും. പക്ഷെ ഈ മൃഗ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഒരു മൃഗമാണ് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. നമ്മൾ മൃഗ സ്വഭാവം അല്ലെങ്കിൽ ബീസ്റ്റിന്റെ നേച്ചർ ആ ജെനസിസ് മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, കാരണം ജെനസിസ് തൊട്ട് തുടങ്ങുന്നുണ്ട് ബീസ്റ്റിന്റെ നേച്ചർ, അവിടെ തൊട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാവും, ഈ സ്വഭാവമുള്ള ആൾ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. മറ്റേ ആ വ്യക്തിയോട് മാത്രം പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ഇത് ഒരു മൃഗമാണെന്ന് പറയുമ്പോൾ, ഈ മൃഗം ബൈബിൾ മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എഴുതി വെക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ മൃഗ സ്വഭാവമുള്ളവരും മൃഗത്തിന്റെ രീതിയിൽ വരുമ്പോൾ അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതിന്റെ അവസാനം, അതായത് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ആന്റി ക്രൈസ്റ്റിന്റെ സ്വഭാവമുള്ള അനേകർ വന്നു കഴിഞ്ഞു. ഇനി ഇതിന്റെ പൂർണ്ണതയുള്ള ഒരാൾ വരും. അതായത് യേശു ക്രിസ്തുവിനോട് പിശാച് പറയുന്നു, നീ ഒന്ന് വണങ്ങി എന്നെ നമസ്കരിച്ചാൽ ഈ ലോകത്തിലുള്ള നിനക്ക് തരാം.
അത് യേശുക്രിസ്തു നിരസിക്കുകയും യേശുക്രിസ്തു പിശാചിനെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് പറയുന്നത്. അതായത് നിന്റെ ദൈവത്തിനോട് നീ ഇത് പറയേണ്ട ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ അത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി ഒരു നാൾ വരും. ഈ പിശാച് പറയുന്നതിനോട് മുട്ട് മടക്കി അവൻ പറയുന്നത് അനുസരിക്കുന്ന ഒരു വ്യക്തി, അതാണ് അന്തിക്രിസ്തു. അന്തിക്രിസ്തു എന്ന് പറയുന്നത് എതിർക്കുന്ന ഒരാളല്ല, ക്രിസ്തുവിനെ പോലെ അവൻ സൈൻസ് ആൻഡ് വണ്ടർ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും നോക്കി പോകല്ലേ, ക്രിസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വചനം വെച്ച് മാത്രമേ മനസ്സിലാക്കാൻ ശ്രമിക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അത് 100%. പിശാച് വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകും, നമ്മൾ തെറ്റിദ്ധരിക്കും, നമുക്കുള്ള സകല അനുഗ്രഹങ്ങളും വിട്ടുപോകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിപാട് വളരെ സിമ്പിളായിട്ട് 7 സഭയ്ക്ക് എഴുതിയതാണ്. അതായത് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രം. നമ്മൾ അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. ഞാൻ ഈ വെളിപാട് എടുക്കുന്നതിനോട് നിങ്ങളെക്കാൾ വലിയവനുമല്ല, നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെക്കാൾ കുറഞ്ഞ ആളുമല്ല. ഇതിലെ ഏറ്റവും വലിയ പാഠം എന്തെന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹത്തിൻ്റെ, അതായത് ആദ്യം കേൾക്കണം, ആദ്യം വായിക്കണം, വായിച്ചു കഴിഞ്ഞ് കേൾക്കണം, കേട്ട് കഴിഞ്ഞിട്ട് അനുസരിക്കണം. അതായത് അനുഗ്രഹത്തിന്റെ 3 ഭാഗങ്ങളുണ്ട്. നിങ്ങൾ വായിക്കുക മാത്രം, ഒരു ചെറിയ അനുഗ്രഹം വന്നു, നിങ്ങൾ അത് കേൾക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അനുഗ്രഹം വന്നു. പക്ഷെ നിങ്ങൾ അത് അനുസരിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ ഈ അനുഗ്രഹത്തിന്റെ പൂർണ്ണത വരെയാണ്. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന ഭാഗത്തിലേക്ക് തന്നെ നിങ്ങൾ വരും. യേശുക്രിസ്തുവിനെ കൂടുതൽ വണങ്ങുക എന്നുള്ള ഭാഗത്തേക്ക് തന്നെ വരും. അത് വരുന്നില്ലെങ്കിൽ വെറും ജ്ഞാനമായിട്ട് മാത്രം ഇരിക്കും. വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം മാത്രം നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് ഈ വരുന്ന രാജാവ് ആരെന്ന് തിരിച്ചറിയുമ്പോൾ, ഈ രാജാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയുമ്പോൾ, എന്തൊക്കെയാണ് ഈ രാജാവ് വിധിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതങ്ങൾ മാറ്റുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വെളിപാട് കൊണ്ട് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ കോമ്പൗണ്ടിന് വെളിയിൽ നിൽക്കേണ്ടി വരും. വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി, പക്ഷെ യാതൊരു ഗുണവുമില്ല. കാരണം ദൈവസന്നിധിയിൽ മുമ്പ് നിന്നപ്പോൾ പ്രവർത്തികളില്ല. ദൈവം പറയുന്നു, ഐ നോ യുവർ വർക്ക്സ്, പെട്ടു. അപ്പോ ഈ പുസ്തകങ്ങൾ നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഓരോ ഭാഗവും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വായിക്കുക. ഒത്തിരി എല്ലാം കൂടെ ഒറ്റയടിക്ക് വായിക്കരുത്, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ അതിൽ നോട്ട് എഴുതുക, നിങ്ങളുടെ സംശയങ്ങൾ എഴുതുക, നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഭാഗങ്ങൾ, ആശയങ്ങൾ എന്തായിരിക്കും എന്ന് എഴുതുക. അങ്ങനെ ഓരോ ബൈബിൾ സ്റ്റഡിക്ക് നിങ്ങൾ പോകുമ്പോൾ അത് വെച്ച് നിങ്ങളുടെ നോട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാവൂ ആ വെളിപാടിന്റെ ആത്മാവിനെ നമുക്ക് തരാൻ. വെളിപാടിന്റെ ആത്മാവ് കൂടി മാത്രമേ ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു കീ ആണ്, മനസ്സിലായോ? ഈ കീ കിട്ടി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കീ കിട്ടി കഴിഞ്ഞാൽ പല ഡോറുകൾ അത് വെച്ച് തുറക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത കീ ദൈവത്തിന്റെ ആത്മാവ് തരും. വീണ്ടും അടുത്ത ചില പെട്ടികൾ കണ്ടിട്ടില്ലേ, ഒരു പെട്ടിക്കകത്ത് വേറൊരു പെട്ടിക്കകത്ത് വേറൊരു പെട്ടി. ആ ഒരു കീ വെച്ച് നിങ്ങൾ പലത് തുറക്കാൻ തുടങ്ങും. എന്നിട്ട് അവിടെ എത്തുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും അടുത്ത കീ തരും. അത് നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ഡോറും കൂടിയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകടമാവും, സഭയിൽ പ്രകടമാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഇതൊരു സയൻസ് അല്ലെങ്കിൽ കോഡ് അല്ലെങ്കിൽ ഇമേജറി ഉപയോഗിക്കുന്ന ഒത്തിരി ഇമേജറി ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട്. പക്ഷെ അത് വേറെ എങ്ങും പോകണ്ട, അത് എവിടെ പോയി നോക്കിയാൽ മതി? ദൈവവചനത്തിൽ തന്നെ നോക്കിയാൽ മതി. ഓക്കെ, വെളിപാട് 1 ഇത് 1 മുതൽ 3 എന്ന് വായിക്കാമോ? നമുക്ക് 3 മാത്രം ഒന്ന് കവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡിലേക്ക് കയറാം. ഇന്ന് ഇൻട്രഡക്ഷൻ ക്ലാസ് ആണ്. വെളിപാടിന്റെ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെ. യേശുക്രിസ്തുവിന്റെ വെളിപാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ വെളിപ്പെടുത്തി. മതി. അപ്പൊ അത് യേശുക്രിസ്തുവിന്റെ വെളിപാടാണ്. വളരെ വ്യക്തമാണല്ലോ ആരെ കുറിച്ചുള്ള വെളിപാടാണ്. പലപ്പോഴും ചിലർ റെവലേഷൻസ് എന്ന് പറയാറുണ്ട്. റെവലേഷൻസ് അല്ല, റെവലേഷൻ സിംഗുലർ, പ്ലൂറൽ അല്ല. ഇത് ഒരു വ്യക്തിയെ കുറിച്ചുള്ള വെളിപാടാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന സംഭവത്തെ കുറിച്ച് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ പെട്ടു. ഇത്
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വെളിപാട് കിട്ടുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാതെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ വീണ്ടും തോന്നിവാസം ജീവിച്ചിട്ട് ഞാൻ വെളിപാടിലെ പണ്ഡിതനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അടി കൂടുതലാണ്. കാരണം അത് മനസ്സിലാക്കിയിട്ടും അത് അനുസരിക്കാതെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഞാനും പഠിക്കുന്ന നിങ്ങളും സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇത് ആരെ കുറിച്ചുള്ള വെളിപാടാണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാട്. ഈ ക്രിസ്തുവിനെ സ്നേഹിക്കണം, ഈ ക്രിസ്തുവിനെ അറിയണം, ഈ ക്രിസ്തുവിനെ അനുസരിക്കണം. ഓക്കെ, ഈ വേഗത്തിൽ സംഭവിക്കാൻ ഉള്ളത് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ ഉടനെ നടക്കുന്നല്ല. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അതായത് ഇപ്പോ നടക്കുന്നല്ല, സംഭവിച്ചു തുടങ്ങുമ്പോൾ കാര്യങ്ങൾ വളരെ വേഗതയിൽ സംഭവിക്കും. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ദൈവം എന്തിനു തരുന്നതറിയോ? പ്രിപ്പയർ ആവാൻ. സഭയോട് പറയുകയാണ്, നീ പ്രിപ്പയർ ആവാൻ, നീ എത്രയും പെട്ടെന്ന് ഒരുങ്ങിക്കൊള്ളുവീൻ. നമ്മളോട് പറയാണ് ഒരുങ്ങിക്കൊള്ളുവീൻ. എന്നിട്ട് ഇത് എങ്ങനെ അറിയിച്ചു? തന്റെ ദൂതന്മാരെ അയച്ചല്ലേ. ആർക്ക് കൊടുത്തു? അതായത് യേശുക്രിസ്തുവിന് തന്നെ കൊടുക്കുന്ന ഒരു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കമന്ററി. യേശുക്രിസ്തുവിനോട് പിതാവ് പറയാണ്, നിന്നെക്കുറിച്ചുള്ള കമന്ററി ഇതാ, നീ നിന്നെക്കുറിച്ച് അറിയിക്കുവാൻ, എൻ്റെ പ്രിയ മകനെ കുറിച്ച് അറിയിക്കുവാൻ സമയമായി, അതുകൊണ്ട് നീ തന്നെ പറഞ്ഞു തുടങ്ങി. ഇതാണ് എൻ്റെ കമന്ററിയാണ്, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രിയ മകനെ കുറിച്ചുള്ള കമന്ററിയാണിത്. ഇത് നീ തന്നെ നിന്റെ ദൂതരെ അയച്ച് നിന്റെ പ്രിയ ശിഷ്യനോട് അറിയിച്ചു കൊള്ളുവീൻ. അതാണ് ഇതിന്റെ ഭാഗം. അപ്പം ഈ ദാസനായ അല്ലെങ്കിൽ ഈ യോഹന്നാൻ എത്ര ഭാഗ്യം ചെയ്തവനാണ് അല്ലെ? എത്രത്തോളം ക്രിസ്തുവിനെ ആഴത്തിൽ സ്നേഹിച്ചു കാണും ഇത്രത്തോളം ഒരു വെളിപാട് ലഭിക്കുവാൻ. ഓക്കെ, രണ്ടാമത്തെ, അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങൾ കണ്ടു അല്ലെ? ഒന്ന് വേർഡ് ഓഫ് ഗോഡ്, അത് കണ്ടു. അത് യേശുക്രിസ്തു എന്ന വേർഡ് ഓഫ് ഗോഡിൽ തന്നെ കണ്ടു അല്ലെ? യേശുക്രിസ്തുവിന്റെ പേര് സ്വർഗത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അത് വേർഡ് ഓഫ് ഗോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വചനവുമായിട്ട് ഇരിക്കാതെയും വചനം മനസ്സിലാക്കാതെയും വചനത്തെ സ്നേഹിക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവനുള്ള ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കും? എനിക്ക് ഇപ്പം അങ്ങനെ ഒന്നും സമയമില്ല, ഇനി പഴയ നിയമമൊക്കെ പഠിക്കാൻ സമയമില്ല, ഇതൊക്കെ വലിയ മെനക്കേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയ സഹോദര, ആ രാജാവ് വരുമ്പോൾ നിനക്ക് യാതൊരു പങ്കും ആ രാജ്യത്തുണ്ടാവില്ല. യേശുക്രിസ്തുവിനെ അറിയുന്നവൻ, യേശുക്രിസ്തുവിനെ അത്യന്തം സ്നേഹിക്കുന്നവൻ, അവന്റെ വചനത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വെളിപാട്. അങ്ങനത്തുള്ളവരുടെ കണ്ണേ തുറക്കപ്പെടുകയുള്ളൂ, അങ്ങനത്തെവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു കഥയും എന്തൊക്കെയോ വെടിയും പുകയായിട്ട് മാത്രം നിൽക്കുകയുള്ളൂ, അവർക്ക് മനസ്സിലാകുകയില്ല. പിന്നെ വീണ്ടും കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. വേറെ ഒന്നും യോഹന്നാന് വേറെ ഒന്നും പറയാനില്ല. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അവൻ കണ്ടതൊക്കെ നമ്മൾ എഴുതി വെച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഇത് യോഹന്നാൻ പെട്ടെന്ന് കിടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വപ്നം കണ്ട് അങ്ങനെയല്ല. യോഹന്നാനെ എടുത്തോണ്ട് പോയി എവിടെയാണോ ഇത് സംഭവിക്കുന്നത് അതേ സ്വർഗങ്ങളിൽ അതേ തലങ്ങളിൽ നിന്ന് യോഹന്നാൻ എഴുതുകയാണ്. എന്നിട്ട് ദൂതൻ പറയാണ് എഴുതാൻ. അവൻ കാണുന്നതൊക്കെ എഴുതാൻ അവനൊരു പ്രത്യേക കൃപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കും രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്ന്, യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണോ നമ്മൾ? യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ വെളിപാട് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. രണ്ട്, ഈ സാക്ഷികൾ വിളിച്ചു പറയുന്നത് എന്തുവാ? യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വീണ്ടും പോയി വിളിച്ചു പറയാം. അവർ കണ്ടതും കേട്ടതും അവരെ പ്രസ്താവിച്ചു. നമ്മൾ കണ്ടതും കേട്ടതും നിങ്ങൾ പ്രസ്താവിക്കണം. ഈ കാഹളനാദം ഇനിയും ഉയരേണ്ടത് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ. മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നത് ഇത് തന്നെയാണ്, അവൻ വരുന്നു, ഒരുങ്ങിക്കൊള്ളുവീൻ. നീ റെഡിയാണോ പ്രിയ സുഹൃത്തെ? നീ റെഡിയാണോ പ്രിയ സഹോദര? അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന സഹോദരി, പ്ലീസ് നീ ഒരുങ്ങിയോ? സഭയോട് ചോദിക്കുന്നു, സഭയെ നീ ഒരുങ്ങിയോ? നമ്മൾ ഒരുങ്ങിയോ സഭയെ? അല്ലെങ്കിൽ ഓരോ ദേശത്തിനോട് നമ്മൾ ചോദിക്കുന്നു, നീ ഒരുങ്ങിയിരിക്കുകയാണോ? അവൻ വരുന്നു. He is coming. The King of Kings, the Lord of Lords, the Almighty, the El Shaddai, the first and the last. ആദ്യനും അന്ത്യനുമായവൻ അവൻ വരുന്നു. ഈ ഒരു ഭയം, ഈ ഒരു ചിന്ത നമ്മൾ വരണം. ആർ വി റെഡി? ആർ വി പ്രിപ്പയർഡ്? ഈ ഒരു ചിന്തയിലേട്ടല്ല ഈ വെളിപാടിന്റെ ഏത് ബൈബിൾ സ്റ്റഡിയും പോകുന്നെങ്കിൽ, നമുക്ക് വെറും ജ്ഞാനമായിട്ട് മാത്രം ഇരിക്കാനാണെങ്കിൽ ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് യുവർ ടൈം. അതല്ല
നിങ്ങൾ ഒരുക്കം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചിന്ത, ആ കാഹളനാദം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ, ഇല്ല, ഈ കാഹളനാദം ഞാൻ കേട്ടിരിക്കുന്നു, എൻ്റെ രാജാവ് വരുന്നു, എൻ്റെ ജീവിതങ്ങൾ മാറ്റങ്ങൾ വരുത്തണം, എൻ്റെ ചിന്തയിൽ മാറ്റങ്ങൾ വരുത്തണം, ഈ ഞാൻ സാക്ഷ്യം വഹിക്കുന്ന ഈ ക്രിസ്തുവിന് വേണ്ടി പ്രവൃത്തികൾ ചെയ്തേ മതിയാവൂ, പ്രവൃത്തികൾ ചോദിക്കുന്ന ഒരുവൻ വരുന്നു, രാജ്യത്തെ വിധിക്കുന്നവൻ ഒരുവൻ വരുന്നു, അവന്റെ മുമ്പിൽ എനിക്ക് തലകുനിച്ച് നിൽക്കുവാൻ സാധ്യമല്ല, എന്റെ അവസാനം വരെ ഇനി യേശുവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ, ഈ ബൈബിൾ സ്റ്റഡി ഇറ്റ്സ് എ റോറിംഗ് സക്സസ്. യെസ്, ഇറ്റ് ഈസ് എ സക്സസ്. അങ്ങനെ യുവാക്കൾ എണ്ണിക്കട്ടെ, കുടുംബങ്ങൾ എണ്ണിക്കട്ടെ, ആ കാഹളനാദം അത് എടുത്തുകൊണ്ട് നിങ്ങളൊരു മലയുടെ മണ്ടയിൽ പോയി ഉറക്ക വിളിച്ച പറ, ഇതാ അവൻ വരുന്നു. ദാറ്റ് ഈസ് വാട്ട് ബുക്ക് ഓഫ് റെവലേഷൻ ഇസ് ഓൾ അബൌട്ട്. ഓക്കെ, പിന്നെ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഭാഗം, അതിന്റെ 3 വായിക്കാമോ? ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. 3 കാര്യങ്ങൾ അല്ലേ? 3 കാര്യങ്ങളാണ്, വളരെ വ്യക്തമാണ്, വളരെ വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. 1 വായിക്കുന്നവൻ, 2 കേൾക്കുന്നവൻ, പിന്നെ ഇത് പ്രമാണിക്കുന്നവൻ. അപ്പൊ ഈ 3 നമുക്ക് മനസ്സിലായല്ലോ. അതായത് ഞാൻ വായിക്കുന്നു, എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. ചിലർക്ക് വെളിപാട് വായിക്കാൻ വളരെ ഇഷ്ടമാണ്, വളരെ എക്സൈറ്റ്മെന്റോടെയാണ്. ഞാൻ വെരി ഗുഡ്, വായിച്ചിട്ട് നീ എന്ത് ചെയ്യുന്നു? നീ ഉറക്കെ വായിക്കണം. ഇത് ഈ 7 കത്തുണ്ടല്ലോ, ഓരോ സഭയിലും ഒരാളെ എണ്ണിച്ചിരുന്ന് ഉറക്കെ വായിച്ചിരുന്നു. എന്നിട്ട് സഭയിലുള്ള ബാക്കി എല്ലാവരും അത് കേൾക്കുമായിരുന്നു. ഇത് മനസ്സിൽ വായിക്കുകയല്ല, ഉറക്കെ വായിക്കണം. അന്ന് സഭയിൽ ഒരാൾ എണ്ണിച്ചിരുന്ന് ഉറക്കെ വായിച്ചപ്പോൾ സഭയിലുള്ള എല്ലാവരും അത് കേട്ടു. നമ്മളും ഇത് വായിക്കുമ്പോൾ, വെളിപാടിന്റെ പുസ്തകം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ ഉറക്കെ വായിക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ട് ഉറക്കെ വായിക്കാൻ പറയണം, മനസ്സിലല്ല, ഉറക്കെ വായിക്കാൻ പറയണം. അവർക്ക് വായിച്ചിട്ട് അവരത് കേൾക്കണം, നിങ്ങളും കേൾക്കും. എന്നിട്ട് ഈ 7 ലെറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൈമാറി. അതായത് എഫെസസിലുള്ള കത്ത് ലാവോദീസയെ കൊടുത്തു, ലാവോദീസയിൽ കൊടുത്ത് പെർഗമോസിൽ കൊടുത്തു. അങ്ങനെ 7 സഭകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലേഖനം കൈമാറി. അത് എഫെസസുകാർ മാത്രം അത് വായിച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ചില്ല, എല്ലാവരും എല്ലാ സഭയെയും കുറിച്ചുള്ള റിപ്പോർട്ട് അറിഞ്ഞു. അതൊരു വല്ലാത്ത സംഭവമായി പോയി അല്ലേ? നമുക്ക് എപ്പോഴും പ്രൈവസിയാണ് ഇഷ്ടം. അത് ശരിയായില്ല. ഈ മറ്റൊന്ന ഇത് ഇവിടുത്തെ കാര്യം അവിടെ, അവിടുത്തെ കാര്യം ഇവിടെ. ഞാൻ പറഞ്ഞു, ആ സമയം കഴിഞ്ഞു പോയി സഹോദര. ഞാൻ എൻ്റെ രക്തം കൊണ്ട് നിന്റെ പാപം മറച്ചു, എന്റെ ജീവിതം കൊണ്ട്, എന്റെ രക്തം കൊണ്ട് നീ ഇതുവരെ ചെയ്തതെല്ലാം മറച്ചു. ഇനി എന്റെ രക്തം, എന്റെ വസ്ത്രം അണിഞ്ഞ്, നീതിയുടെ വസ്ത്രം അണിഞ്ഞ് നീ ചെയ്തതെല്ലാം ഞാൻ ഓരോരുത്തരെയും അറിയിക്കാൻ പോവുകയാണ്. ഒരു റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കി ദൈവം പറയുന്നു. അത് നമുക്ക് ബാധകമാണോ? അതെ, കാരണം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ബുദ്ധിയും ചെവിയും ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾക്കും ബാധകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കൈപൊക്കി പറയാൻ ബാധകമല്ല, ചെവിയുമില്ല ബുദ്ധിയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് ഓൾ ദ ബെസ്റ്റ്, കണ്ടിന്യൂ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാര് നമ്മുടെ ബൈബിൾ സ്റ്റഡി ഇല്ലാത്തതിന് ദൈവത്തിന് സ്തോത്രം. അപ്പൊ 3 കാര്യങ്ങൾ, ആരാ? വായിക്കുന്നവൻ, അത് കേൾക്കുന്നവൻ, അത് പ്രമാണിക്കുന്നവൻ. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ബൈബിൾ സ്റ്റഡി വരുന്നത് വളരെ സന്തോഷം, പക്ഷെ ഇത് നിങ്ങളെ പേഴ്സണൽ സ്റ്റഡി ആക്കണേ. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാ വ്യക്തിക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ലിമിറ്റ് ഇല്ലാത്തൊരു വ്യക്തിയുണ്ട്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ കൂടെ നിങ്ങൾ അത് പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അത് വെളിപ്പെടുത്തി വരും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ടു ഡിസ്കസ് വിത്ത് വൺ അനദർ. ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഗ്യം നിങ്ങൾക്ക് മനസ്സിലാവും, എന്നിട്ട് നമുക്കത് ഷെയർ ചെയ്യാം. അത് അന്യോന്യം അനുഗ്രഹമായി തീരും. പക്ഷെ ഒരു കാര്യം സ്പഷ്ടം, നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ ഗ്രഹിക്കുന്നതും നമ്മൾ അനുസരിക്കേണ്ടി വരും. എന്നാലേ ഈ അനുഗ്രഹത്തിലേക്ക് വരികയുള്ളൂ. ഇന്ന് സമയം ഏകദേശമായി. എന്നാൽ നിങ്ങളെ ഈ ഒരു ഇത് ട്രയൂൺ ബ്ലെസ്സിങ് അല്ലെ, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. പക്ഷേ അത് പോരാ. ഇന്ന് വന്നവർക്ക് ഒരു 7 അനുഗ്രഹം കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം 7 അനുഗ്രഹം. നമുക്കത് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. അപ്പൊ നിങ്ങൾ ഇന്ന് പോകുന്നത് ഏകദേശം ഒരു 10 അനുഗ്രഹമായിട്ടാണ്. ഹാപ്പി ആയില്ലേ? നിങ്ങൾ വെറും കൈയോടെ പോകേണ്ട ആരും. 10 അനുഗ്രഹമായിട്ട് പോയാൽ മതി. ഇത് വെളിപാട്, ഇത് യഹോവയുടെ കാഹളനാദം. താൻ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെ തൻ്റെ ജനത്തിനെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി പിന്നോട്ടില്ല ജനമേ, മുന്നോട്ട് മാത്രം. നമുക്ക് മുന്നോട്ട് പോവാം. ഈ 7 അനുഗ്രഹങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. അപ്പൊ നമുക്ക് 7 അനുഗ്രഹങ്ങളിലേക്ക് വരാം. 1, നമ്മളിപ്പോ വായിച്ചത് തന്നെ, നമ്മൾ ഈ 1-ന്റെ 3. 2, നമുക്ക് എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? വെളിപാട് 14-ന്റെ 13 വായിക്കാമോ? 2-ാമത്തെ അനുഗ്രഹം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇത് 1 മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ,
അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അപ്പം ബ്ലെസ്ഡ് ആർ ദ ഡെഡ് ഹു ഡൈ ഇൻ ദ ലോർഡ്. ക്രിസ്തുവിൽ മരിക്കാൻ തയ്യാറാണോ? അതൊരു സുഖമായില്ല അല്ലേ? അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് മരണം പറഞ്ഞു കളഞ്ഞല്ലോ. ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രം പോരാ, ക്രിസ്തുവിൽ മരിക്കുക വേണം. അവരെ പിന്തുടരുന്ന എന്തുണ്ട്? അത് വായിച്ചായിരുന്നോ? അവരെ പിന്തുടരുന്ന അവരുടെ പ്രാർത്ഥനകളല്ല, അവരെ പിന്തുടരുന്ന എന്താണ്? പ്രവർത്തികൾ. യെസ്, അവരിനി വിശ്രമിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ അല്ല വിശ്രമിക്കേണ്ടത്, നമുക്ക് വിശ്രമിക്കേണ്ടത് ക്രിസ്തുവിന്റെ രാജ്യത്തിലാണ്. അവിടെയാണ് വിശ്രമം, അവിടെയാണ് നമ്മുടെ ഉറക്കം. ഇവിടെ നമുക്ക് പ്രവർത്തിക്കാനുണ്ട്, ഇവിടെ നമുക്ക് ജീവിക്കാനുണ്ട്, ക്രിസ്തുവിൽ മരിക്കുവാനുണ്ട്. അങ്ങനെ ക്രിസ്തുവിൽ മരിക്കുന്നവന് അനുഗ്രഹം. ഓക്കെ, ഇനി 16:15, വെളിപാട് 16:15. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അതായത് 2000 വർഷം കഴിഞ്ഞു, ഇതൊക്കെ വെറും കെട്ടുകഥകളാന്ന് പറഞ്ഞു വരുമ്പോൾ അതാ യേശു ക്രിസ്തു വരുന്നു. തുണിയില്ലാതെ മുറി കൂടെ നടന്നപ്പോഴാണ് യേശു ക്രിസ്തു അതാ വരുന്നു. നിന്റെ ലജ്ജ ഞാൻ കണ്ടിരിക്കുന്നു, നീ നിന്റെ തോന്നിവാസം ചെയ്തത് ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷേ ക്രിസ്തു അവൻ വരുന്നുണ്ട്, അവൻ ഏത് നിമിഷവും വരാം എന്ന് കരുതി ജീവിച്ചവർക്ക് അനുഗ്രഹം തന്നെ. ബ്ലെസ്ഡ് ഈസ് ഹി ദാറ്റ് വാച്ചeth and keepeth his garments. അവൻ സൂക്ഷിച്ച്, അതായത് ഈ വെളിപാട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലായി യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തു. അവൻ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അവൻ ആദ്യത്തെ വട്ടം, അതായത് നോഹയുടെ കാലം മുതൽ നമുക്ക് എടുക്കാം. ഒരു പ്രളയം വരുമെന്ന് പറഞ്ഞപ്പോൾ 40 വർഷം പ്രസംഗിച്ചിട്ടും ആരും കേൾക്കാത്തപ്പോഴും ദൈവം അതിന് യാതൊരു ആരും വിശ്വസിക്കുന്നില്ല. അന്ന് നമുക്ക് വിശ്വസിച്ചിട്ട് വരാമെന്നല്ല, ദൈവം എഴുതി വെച്ച സമയത്ത്, ദൈവം കൽപ്പിച്ച സമയത്ത് തന്നെ ആ പ്രളയം ഈ ഭൂമിയെ കൊണ്ടുപോയി. അതുപോലെ യേശുക്രിസ്തു വരുമെന്ന് പറയുമ്പോഴും ലോകത്തിനൊന്നും മനസ്സിലാക്കാത്ത സമയത്ത് യേശുക്രിസ്തു വന്നു. ഇനി രണ്ടാമത്തെ വരും. ഇനി ഇവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, കള്ളനെ പോലെ. ഇത് 2 ഇൻസിഡന്റ് ആണ്. ഒന്ന് ഇസ് റാപ്ചർ, other one is second coming. ആദ്യത്തെ വരവ് ആരും അറിയുന്നില്ല, ഒരു കള്ളനെ പോലെ. രണ്ടാമത്തെ വരവ് കള്ളനെ പോലെ അല്ല കേട്ടോ. രണ്ടാമത്തെ വരവ് അതൊരു ഗ്രാൻഡ് ബീജിയും എൻട്രിയും ഉണ്ട്. കാഹളനാദത്തിന്റെ കാഹളനാഥൻ തന്റെ ഏറ്റവും ശക്തരായ ദൂതന്മാരെ കൊണ്ട്, തന്റെ ദൈവത്തിന്റെ ജനത്തിനെ കൊണ്ട് ഈ ലോകത്തിനെ വിധിക്കുവാൻ, രാജാക്കന്മാരെ വിധിക്കുവാൻ, രാജ്യങ്ങളെ വിധിക്കുവാൻ, പിശാചിനെ വിധിക്കുവാൻ, തളയ്ക്കുവാൻ അവൻ അവന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവനെ പിടിച്ചു നിർത്താൻ ഒരു രക്ഷയുമില്ല. പക്ഷെ ആദ്യം വരുന്നത് തന്റെ ശ്രേഷ്ഠന്മാരെ ചേർത്ത് വെക്കുവാനാണ്. ശ്രേഷ്ഠന്മാരെ ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾ ജാഗരിച്ചിരിക്കുവിൻ, നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളെ പിന്തുടരട്ടെ. ഈ കാഹളനാദത്തിൽ കൂടെ നിങ്ങൾക്ക് വരേണ്ട ഒരു വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ വസ്ത്രത്തിൽ വൃത്തിയുണ്ടോ? ആ വചനമെന്ന കണ്ണാടിയിൽ മുമ്പ് ഇരുന്നിട്ട് നോക്കുക, എന്റെ വസ്ത്രത്തിന് വൃത്തികേടായിട്ടിരിക്കുവാണോ, കളങ്കമായിട്ടിരിക്കുവാണോ? അതോ ഞാൻ മറ്റുള്ളവരെ പോലെ വളരെ ലാഘവത്തോടെ ക്രിസ്തു വരികയില്ല, വന്നാൽ തന്നെ ഒന്നും സംഭവിക്കുകയില്ല, ഞാൻ ചോദിച്ചതൊക്കെ തിരിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും. നമുക്ക് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാവും, നമ്മൾ വളരെയേറെ നഷ്ടപ്പെടും. പക്ഷെ ജാഗരിക്കുന്നവൻ, നോക്കിയിരിക്കുന്നവന് ഒരു അനുഗ്രഹം കൂടി. ദൈവം പറഞ്ഞു, ഞാൻ നീ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വന്നപ്പോൾ നീ വചനം വായിക്കുന്നതും പഠിക്കുന്നതും ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ നിന്റെ കുടുംബ ജീവിതവും നിന്റെ ജീവിതവും നീ മാനിച്ച് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തികൾ, ഐ നോ യുവർ വർക്ക്സ്, എന്നോടൊന്നും പറയണ്ട, നിന്റെ പ്രവൃത്തികൾ നിന്നെ പിന്തുടരുന്നു. അത് തീച്ചോളയിലേക്ക് ഞാൻ ഇടുമ്പോൾ, എന്റെ കണ്ണിലുള്ള തീകളിലൂടെ അത് കടന്നു പോകുമ്പോൾ അത് വെള്ളിയെ പോലെ, അത് സ്വർണത്തെ പോലെ അത് തിളങ്ങിയിരിക്കുന്നു. എന്റെ പ്രിയപുത്ര, നീ ചെയ്തത്, യു ആർ ബ്ലെസ്ഡ്, you will rule and reign with me. നീ വെറുതെ അല്ല, നീ എന്റെ കൂടെ വാഴും. മറ്റുള്ളവർ കളിയാക്കിയപ്പോൾ, ഇത് വെറും കെട്ടുകഥകളെന്ന് പറഞ്ഞപ്പോൾ, നീയും നിന്റെ കുടുംബവും മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ, വേറെ ആരും ഒന്നും പറയാതിരുന്നപ്പോൾ, ലോകത്തിന്റെ മജയിൽ നടന്നപ്പോൾ നീ പറഞ്ഞു, ഇല്ല, അവൻ വരുന്നു, അവൻ വരുന്നു. നീ അവനും മാത്രമല്ല, നിന്റെ സുഹൃത്തുക്കളോട് വിളിച്ചു പറഞ്ഞു, നിന്റെ നേതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞു, നിന്റെ സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞു, അവൻ വരുന്നു. യേശു ക്രിസ്തു ഒരു തവണ വന്നിട്ട് പറയുന്നു, യു ആർ ഡൺ വെൽ മൈ ഗുഡ് സെർവന്റ്, യു ആർ ഡൺ വെൽ. എന്റെ വിശ്രമത്തിലേക്ക് കയറാം. ഓക്കെ, അടുത്തത് വീണ്ടും ഞാൻ ഒരു 19:9. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു.
ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാടന്റെ സദ്യക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് വന്നെങ്കിൽ, നിങ്ങൾക്ക് ആ ഷിറക്കത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുള്ളിച്ചാടുക. ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്ക് വേറൊരു അനുഗ്രഹം വന്നിരിക്കുന്നു. ഇതൊരു മെഗാ ഗാല ഇവന്റ്, ഇന്റർ ഗാലക്റ്റിക് ഇവന്റ്. അതായത് ഇത് വേറൊരു തലത്തിൽ, വേറൊരു ലെവലിൽ നടക്കുന്ന ഒരു ഇവന്റാണ്. നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം നടക്കുകയാണ്. അവിടത്തേക്ക് ഒരു ഇൻവൈറ്റ് വരുവാണ്. ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ടോ? ആ ഇൻവൈറ്റ് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആ ഓരോ ഇൻവൈറ്റിന് നിങ്ങളെ ദൂതന്മാർ വരുവാണ്. ആഹാ, ശ്രേഷ്ഠന്മാരെ കയറി വരിക. എവിടെയാ ഇൻവൈറ്റ്? നീ തിളങ്ങി വരുന്നു. യെസ്, നീയാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. കയറി വാ. ഏതോ ഇതിൽ പറഞ്ഞ പോലെ കേറി വാ മക്കളെ എന്ന് വിളിച്ചു പറയുന്ന വാക്കുകൾ. ഓക്കെ, അടുത്തത് വെളിപാടിന്റെ 20:6. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. അപ്പൊ 1000 ആണ്ട് വാഴുവാൻ ആദ്യത്തെ പുനരുദ്ധാനത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവിടെ ഒരു ബ്ലെസ്സിങ് നഷ്ടമായി. നമ്മൾ അവനോട് വാഴുന്നില്ല, അവൻ്റെ കൂടെ ജീവിക്കുന്നില്ല. അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദൈവം നമ്മളെ പൊടിയൊക്കെ തട്ടിയിട്ട് ചെറിയ ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞ് എണ്ണിപ്പിക്കുക. അപ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. നമ്മൾ സ്വർഗത്തിൽ തന്നെയാണെന്നോ ഒക്കെ നമ്മൾ വിചാരിച്ചിരിക്കുക. പക്ഷെ 1000 ആണ്ടും കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടുമില്ല. ഇങ്ങനെ കേൾവിയുണ്ട്, അവിടെ എന്തൊക്കെയോ നടന്നതെന്ന് ഒന്ന് കാണാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഈ അനുഗ്രഹം കിട്ടിയവൻ പറയാണ്, നിങ്ങൾ ആദ്യമേ എണീച്ചു വരുവാണ് ക്രിസ്തുവിന്റെ കൂടെ. യേശു ഒരു പക്ഷേ ക്രിസ്തുവിന്റെ സാക്ഷ്യപ്രകാരം നിങ്ങളെ ആരെങ്കിലും കൊന്നതായിരിക്കാം, ഈ ലോകം നിങ്ങളെ തട്ടിയതായിരിക്കാം, രാജാക്കന്മാർ നിങ്ങളെ വെടിവെച്ചിട്ടതായിരിക്കാം. കുഴപ്പമില്ല, ദൈവത്തിന്റെ ജനമേ, ആദ്യത്തെ പുനരുത്ഥാനത്തിൽ നിങ്ങളുണ്ടെങ്കിൽ യു ആർ റിയലി ബ്ലെസ്ഡ്. ഓക്കെ, അടുത്ത 22:7. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. വീണ്ടും പ്രമാണിക്കുന്നവൻ. അതാ ഞാൻ പറഞ്ഞത്, വായിച്ചാൽ മാത്രം പോരാ, പ്രമാണിക്കണം. പ്രമാണിക്കാൻ തയ്യാറല്ലേ നമ്മള്? യെസ്. അപ്പോൾ ആ അനുഗ്രഹത്തിലേക്ക് കയറും. വീണ്ടും 22:14, 7ാമത്തെ അനുഗ്രഹം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് ഈ വസ്ത്രത്തെക്കുറിച്ച് അറിയുകയും ഈ വസ്ത്രത്തിനെ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചവർ, അതായത് ഓരോ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ തുടങ്ങി, വിശുദ്ധിയുടെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ആരും നിങ്ങളോടൊന്നും പറഞ്ഞില്ല, പക്ഷെ നിങ്ങളുടെ ആ ബോധ്യം, ഈ കാഹളനാദം ഉയരുമ്പോൾ, ക്രിസ്തുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ആ ജീവനുള്ള വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രവൃത്തികൾ അവിടെ കാണുകയും ചെയ്യും, എല്ലാവരും കാണുകയും ചെയ്യും. അത് തലകുനിച്ച് നിൽക്കുവാൻ സാധ്യമല്ല. അത് എങ്ങനെയാണ് അപ്പം ഞാൻ വിശുദ്ധിയിലേക്ക് പോകേണ്ടത്? നമ്മൾ പെട്ടെന്ന് എണീക്കുമ്പോൾ വിശുദ്ധിയിലോട്ട് പോവല്ല. ഓരോ ദിവസവും വിശുദ്ധിയുടെ തീരുമാനങ്ങൾ, ഡിസിഷൻസ് നിങ്ങൾ എടുക്കുകയാണ്. പാപത്തിൽ നിന്ന് വിട്ടകന്ന് ദൈവത്തിന്റെ ആത്മാവും വചനത്തിൽ ധ്യാനിച്ചുകൊണ്ട് പിതാവിന്റെ ഹിതമനുസരിച്ച് പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളുടെ വചനം കൊണ്ടും ആ വസ്ത്രത്തെ കഴുകി വെടുപ്പാക്കണം. അങ്ങനെ ചെയ്യുന്നവൻ, ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്ക് 7 അനുഗ്രഹങ്ങളാണ്. എന്തായിരിക്കും അല്ലേ? ഒരു 7 സ്റ്റാർസ് നിങ്ങളുടെ തോളിലുണ്ടെങ്കിൽ ഭയങ്കരമായിരിക്കും അല്ലേ? ദൈവം നിങ്ങൾ ആ ദേശത്തൂടെ ഒന്ന് നടക്കുന്നു നോക്കി. അവർ പറയും, എനിക്ക് 1 സ്റ്റാറേ ഉള്ളൂ, അവന് 7 സ്റ്റാർ. യോഹന്നാനൊക്കെ എത്ര സ്റ്റാർ ആയിരിക്കും അല്ലേ? യോഹന്നാൻ, പൗലോസ്, സ്തഫാനോസ്, ഇവരെല്ലാം ഉജ്ജ്വലന്മാരായിട്ട് നടക്കുമ്പോൾ നമുക്കും ഒരു ചാൻസ് ഉണ്ട്. ദൈവത്തിൻ്റെ ജനമേ, നമുക്കും ഒരു ചാൻസ് ഉണ്ട് അവരിൽ ഒരാളായി തിളങ്ങി നിൽക്കുവാൻ. അതാണ് യു വിൽ ബി ഷൈനിങ് ലൈക്ക് ദ സ്റ്റാർസ്. ദൈവത്തിന് വേണ്ടി അധികം ആത്മാക്കളെ നേടുന്നവൻ സ്വർഗത്തിലെ സ്റ്റാർസിനെ പോലെ ആയിരിക്കും, നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരും. ഈ നക്ഷത്രങ്ങളായിരിക്കും ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നത്. ദൈവം പറയും, അവൻ ജീവിച്ച സമയം മൊത്തം അവൻ എനിക്ക് വേണ്ടി ജീവിച്ചു, എന്നിൽ മരിച്ചു. അവന്റെ വസ്ത്രം അവനെ കളങ്കമില്ലാതെ, കളങ്കപ്പെട്ടാൽ ഉടനെ തന്നെ പോയി കഴുകി വിശുദ്ധിയോടെ അവൻ ജീവിച്ചു. അവൻ എൻ്റെ വചനത്തിൽ ധ്യാനിച്ചു, എൻ്റെ വചനം കേട്ട് അതനുസരിച്ച് അവൻ്റെ ജീവിതങ്ങൾ മാറ്റി. എൻ്റെ ഈ കാഹളനാദം ഉണ്ടല്ലോ, അവൻ ഏറ്റെടുത്ത് ആരും വിശ്വസിക്കാതിരുന്നപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവൻ വരുന്നുണ്ട്. അവൻ എന്നിൽ വിശ്വസിച്ചു, കാളാത്തതിൽ വിശ്വസിച്ച എൻ്റെ പ്രിയ സഹോദരൻ. യെസ്, ഹീ ഈസ് ദ ഫസ്റ്റ് ബോൺ.
നമുക്ക് ആ ഏഴ് നക്ഷത്രങ്ങളെ നമുക്ക് നോക്കാം, എത്ര നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ദൈവജനമേ, ഒന്നിച്ച് കൈകോർത്ത് നമ്മൾ ഒന്നിച്ച് ആ നഗരത്തിൽ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെ ആക്സസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്, ഏതൊക്കെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കും ആ ഏഴ് നക്ഷത്രങ്ങൾ നമ്മുടെ തോളിൽ ഇരുന്നുകൊണ്ട്. ചില പേരുകൾ നമുക്ക് കിട്ടും, ആ പേരുകൾ വേറെ ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ ആ പേരുകൾ സ്കാൻ ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, അത് സ്കാൻ ചെയ്ത ഉടനെ ആ ഡോർ അങ്ങ് തുറക്കുകയാണ്. മറ്റാർക്കും മനസ്സിലാവുന്ന പോലില്ല എങ്ങനെ ആ വ്യക്തി ആ ഡോറിലേക്ക് കടന്നുപോയി. നമ്മൾ പോകുമ്പോൾ ആ ഡോർ അനങ്ങുന്നില്ല. ആ വ്യക്തിയുടെ നെറ്റിയിലുണ്ടല്ലോ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും മനസ്സിലാവുന്നില്ല, ക്രിസ്തുവിന് മാത്രം മനസ്സിലാവുന്നവൻ. അവൻ യഹോവയുടെ വിശുദ്ധിയുടെ നഗരത്തിലേക്ക് അവൻ കയറുന്നു, ആ കുഞ്ഞാടിന്റെ മേൽ കയറുന്നു, കുഞ്ഞാടിന് മുമ്പിൽ അവൻ വണങ്ങുന്നു. നമ്മളെല്ലാം ദൂരെ നിന്ന് നോക്കുമ്പോൾ അതാ അവൻ കുഞ്ഞാടിന്റെ മുമ്പിൽ പോയി വണങ്ങുന്നു, കുഞ്ഞാടിന്റെ ആ തീൻമേശയിൽ നിന്ന് കഴിക്കുന്നു. അതാ അവൻ വരുന്നു. അന്ന് നമ്മളത് ഓർക്കുമ്പോൾ, നമ്മൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവര്. ഇതാണ് വെളിപാട് വിളിച്ചു പറയുന്നത്, ഇതാണ് ആ കാഹളനാദം വിളിച്ചു പറയുന്നത്. സമയമായി ദൈവത്തിന്റെ ജനമേ, സമയമായി അവൻ വരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ബൈബിൾ സ്റ്റഡിയും കുറച്ചുകൂടെ സ്പീഡ് കയറും. ഇന്ന് ഇൻട്രഡക്ഷൻ ആയതുകൊണ്ട് ഇനി നമുക്ക് ചില ഭാഗങ്ങൾ നമ്മൾ സ്ലോ മോഷനിൽ പോകും, ചില ഭാഗങ്ങളിൽ നമ്മളൊരു കാറ്റ് പോലെ പോകും. എല്ലാം ഒരേപോലെ പോകാൻ സാധ്യമല്ല. ചിലപ്പോൾ ഒരു വർഷം എടുക്കും വെളിപാട് മൊത്തം എടുക്കാൻ. അത് എടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ആദ്യം നമുക്കൊരു സാരം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ മാറും. ചില ഏരിയയിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് പോകും, ചിലത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്, ചിലത് നമുക്കൊരു ഓവർവ്യൂ ആയിട്ട് പോവാം. അപ്പോൾ നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവിൽ കൊണ്ട് അല്ലാതെ ചെയ്യുവാൻ സാധ്യമല്ല. പിശാചിന്റെ തന്ത്രങ്ങളോ ഒന്നും നമ്മുടെ എതിരെ പ്രവർത്തിക്കാതിരിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവ് അധികമായി പ്രസരിക്കുവാൻ. പക്ഷെ സഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും സഭയ്ക്കകത്ത് ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അത് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ മാറ്റി തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ 7 അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് കടക്കാം, ഓടിക്കേറാം അവൻ്റെ ആ രാജ്യത്തിലേക്ക്. അവന് വിശ്വസ്തമുള്ള സഹോദരന്മാരായി, വിശ്വസ്തമുള്ള ദാസന്മാരായി മുന്നോട്ട് കയറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ജനമേ, ലോർഡ് ഹെവൻലി ഫാദർ, അപ്പാ, ഇന്ന് തന്ന ഈ മനോഹരമായ വെളിപാടിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ഈ വെളിപാട് പുസ്തകത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. അപ്പാ, അതിൽ എഴുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അത് ആത്മാർത്ഥതയോടെ അതിൽ ധ്യാനിച്ച് അത് പ്രമാണിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും എന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ വാഗ്ദത്തം ചെയ്തിരിക്കാൻ ഇറ്റ് ഈസ് എ പ്രോമിസ്, ഇറ്റ് വിൽ ബി ഡൺ ഇൻ അവർ ലൈഫ്. അപ്പാ, ഈ കാഹളനാദം നമ്മൾ ഏറ്റെടുക്കട്ടെ. അപ്പാ, ഈ ദേശത്തോടും ഈ ഓരോ രാജ്യങ്ങളോടും പോയി വിളിച്ചു പറയുവാൻ യഥാ ഒരു രാജാവ് വരുന്നു. രാജാതി വെറും രാജാവല്ല, അവൻ രാജാതി രാജാവ്. അവൻ വെറും കുഞ്ഞാടല്ല, 7 കൊമ്പുള്ള മുട്ടനാട്. അവന് മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിയിടും. ആ ദിവസം വരുന്നു, ആ രാജ്യം വരുന്നു. നമ്മൾ ഇതുവരെ പാടിയത്, നമ്മൾ ചിന്തിച്ചത്, നമ്മൾ അധ്വാനിച്ച ആ രാജ്യം അതാ വരുന്നു. അതാ നിങ്ങളും ഒരുങ്ങിക്കൊള്ളുവിൻ. പ്രിയ സഹോദര സഹോദരി, നീ ഒരുങ്ങിയിരിക്കുകയാണോ? നമുക്ക് അന്യോന്യം ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയായിട്ടും വ്യക്തികളായിട്ടും അവന് വേണ്ടി തിളങ്ങുന്ന നക്ഷത്രങ്ങളായി മാറാം, അവന് വേണ്ടി എരിഞ്ഞു തീരുന്ന അഗ്നികുണ്ഡങ്ങളായി മാറാം. ഇന്ന് ദൈവത്തിന്റെ അഗ്നി നമ്മുടെ മേൽ വീഴട്ടെ. ദൈവത്തിന്റെ ചിന്തകൾ, ആ കാഹളനാദം നമ്മുടെ ഹൃദയങ്ങൾ മുഴങ്ങട്ടെ. ഇന്ന് രാത്രികാലവും നാളെ രാവിലെ എണീക്കുമ്പോൾ ഈ ചിന്തയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകട്ടെ. എങ്ങനെ എനിക്കിനി ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ, അവന്റെ വരെ ഏറ്റവും അടുത്തെത്താറായി അവന് വേണ്ടി പ്രസാദിപ്പിക്കാനുള്ള ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ? എന്റെ പ്രവർത്തികൾ എവിടെ എന്ന് കണക്കെടുക്കേണ്ട സമയമായി. ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഒന്നിച്ചിരുന്നുകൊണ്ട് ആ നക്ഷത്രങ്ങളിലേക്ക് പോവാം. ആ നക്ഷത്രങ്ങൾ ഏറ്റെടുക്കുവാനും അവരുടെ രാജ്യത്തിലേക്കും നമുക്ക് വലിയ സുലഭമായ ഒരു എൻട്രി കിട്ടുവാൻ നമുക്കതിനായിട്ട് നമുക്ക് നോക്കാം. അതിനെല്ലാം ഉപരി ആ നമുക്ക് വേണ്ടി കുഞ്ഞാടിനെ ഒരുക്കി തന്ന ആ പിതാവിനെ നമസ്കരിക്കാം. ആ കുഞ്ഞാട് അവൻ നമുക്കായി യാഗമായി തീർന്നതുകൊണ്ട് അവനെയും നമസ്കരിക്കാം. ഇത് മനസ്സിലാക്കി തരുന്ന 7 ആത്മാവിനെ നിറവിൽ തരുന്ന പരിശുദ്ധാത്മാവിനെയും നമുക്ക് വണങ്ങാം. ഈ ആത്മാവ് നമ്മളെ നയിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ.